പറഞ്ഞത് ആണ്ട കടക്കാര് വന്ന് മുറ്റത്ത് നിൽക്കുന്ന എന്റെ പിള്ളേരെ ഇപ്പൊ അടിമകളായിട്ട് പിടിച്ചോണ്ട് പോകും. പിന്നെന്നാ അങ്ങേര് കുറെ കടങ്ങളും വരുത്തി വെച്ച് ദാണ്ട എന്നെ മക്കളെ ഇങ്ങനെ ഇട്ടിട്ട് പോയി എന്നാണ് സാധാരണഗതിയിൽ ഈ സഹോദരി പറയേണ്ടത്. പക്ഷെ ഈ സഹോദരി അങ്ങനല്ല പറഞ്ഞത്. പിന്നെ എങ്ങനെയാ പറഞ്ഞത്? നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി, അവൻ യഹോവ ഭക്തനായിരുന്നുവെന്ന് നിനക്കറിയാമായിരുന്നില്ല. എത്ര വലിയ ഒരു സാക്ഷ്യമാണ്. അപ്പൊ നമ്മൾ ഓർക്കുക, നമ്മുടെ ജീവിത പങ്കാളി കർത്താവിന്റെ ദാസന്മാർ ഓർക്കണം, നമ്മുടെ കർത്താവിന്റെ ദാസിമാർ ഓർക്കണം. നിങ്ങളുടെ ഭവനത്തിൽ ദൈവം തന്നിരിക്കുന്ന ശുശ്രൂഷയ്ക്ക് ആ ദൈവം നിയോഗിച്ച നിങ്ങളുടെ ദൈവദാസന്മാര് അവർ ചെയ്യുന്ന ശുശ്രൂഷയെ പറ്റി എന്തുണ്ട് ഒരു വലിയ കാഴ്ചപ്പാട് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അച്ഛാ നേരം വെളുപ്പ് ഇറങ്ങി എവിടെയോ പോയി എന്നൊരു ധാരണയല്ല. ആ ഒരു നിസ്സാരവൽക്കരിക്കപ്പെടുന്ന ഒരു അനുഭവത്തിലല്ല, ഒരു സാക്ഷ്യം, ഒരു നല്ല സാക്ഷ്യം അത് ഭവനത്തിൽ ഉണ്ടാകണം. ഇവിടെ നോക്കിയ ഭാര്യ ഭർത്താവിനെ പറ്റി കുടുംബത്തിൽ ഒരു സാക്ഷ്യം വരികയാണ്, സമൂഹത്തിൽ ഒരു സാക്ഷ്യം. ഈ സ്ത്രീക്ക് തന്നെ ആ സമൂഹത്തിൽ എന്തുണ്ടായിരുന്നു? ഒരു നല്ല സാക്ഷ്യമുണ്ട്. കടമുണ്ട്, അല്ലെങ്കിൽ കടക്കാർ വന്ന് കുഞ്ഞുങ്ങളെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നു നിൽക്കുന്ന ഈ അവസരത്തിലും ഈ പ്രവാചകൻ പറയുന്നുണ്ട്, നീ പോയി എന്ത് ചെയ്യണം? നിന്റെ അയൽക്കാരുടെ പാത്രങ്ങളെ വാങ്ങുക. ഇത്രയും കടം കയറി നിൽക്കുമ്പം നമ്മൾ കൊടുക്കുവോ? ഞാൻ ചോദിക്കട്ടെ, ലക്ഷങ്ങളുടെ കടമുള്ള ഒരു വ്യക്തി നമ്മളോട് വീണ്ടും വന്ന ആന്റി ഒരു 10,000 രൂപ താന്ന് ചോദിച്ചാൽ നിക്കക്കണ്ണിയില്ലാതെ. കാരണം എന്താ? ഒരു വഴി അവരുടെ മുമ്പിലില്ല. ഇനിയും നമ്മൾ ഈ 10,000 കൊടുത്താൽ എഴുതി തള്ളുക എന്നുള്ള ഒരു വേ മാത്രമല്ലാതെ നമുക്ക് കൊടുത്താൽ അത് തിരിച്ചു കിട്ടുമെന്ന് നമ്മൾ എന്ത് ചെയ്യണ്ട, പ്രതീക്ഷിക്കണ്ട. ആ ഒരു സാഹചര്യം നമ്മൾ കൊടുക്കുവോ? പക്ഷെ നോക്കിക്കേ, കടം കയറി നിൽക്കുന്ന അല്ലെങ്കിൽ മക്കൾ അടിമയായി അവർ പിടിച്ചുകൊണ്ട് പോകാൻ നിൽക്കുന്ന ഈ സമയത്ത് ഇവിടെ കാണാൻ കഴിയുന്ന കാര്യം എന്താണ്? അവർ പോയി വെറും പാത്രങ്ങളെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാണ്? അവർ കൊടുക്കുകയാണ്. അതെന്തുകൊണ്ടാണെന്നറിയാമോ? ആ സമൂഹത്തിൽ അവർക്ക് ലഭിക്കുന്ന ഒരു അംഗീകാരമുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കുക, നമ്മുടെ ശുശ്രൂഷയുടെ സാക്ഷ്യം, അതുപോലെ തന്നെ പരസ്യമായി നമുക്ക് ലഭിക്കപ്പെടുന്ന അംഗീകാരം വ്യക്തികളെ നമ്മുടെ അടുക്കിലേക്ക് എന്ത് ചെയ്യുന്നു? ആകർഷിക്കുന്നു. അപ്പോൾ ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ നമുക്ക് സമൂഹത്തിൽ നമ്മൾ എപ്പോഴും ഓർക്കണം, നമ്മൾ ആയിരിക്കുന്ന ദേശത്ത് നമ്മൾക്ക് എപ്പോഴും ചിലപ്പം ഒത്തിരി ഞെരുക്കം കാണും, ഒത്തിരി ബുദ്ധിമുട്ട് കാണും. ചിലപ്പോ ഒരു പക്ഷേ ചില അച്ചായന്മാരുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ പേഴ്സ് കാലിയാകുന്നതിനനുസരിച്ച് അവർക്ക് ദേഷ്യം കുറച്ച് കൂടിക്കൊണ്ടിരിക്കും. പേഴ്സിൽ പൈസ ഉണ്ടെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ല. പക്ഷെ സാമ്പത്തികമില്ല, ഞെരുക്കമാണ്, പല കാര്യങ്ങളും മുടങ്ങിക്കിടക്കുന്നു. ഈ ഒരു മേഖലയിൽ നമ്മൾ പിന്നെ ഇങ്ങനെ ആവശ്യങ്ങൾ ഉന്നയിക്കും. അവർ സ്വാഭാവികമായിട്ട് എന്ത് വരാൻ സാധ്യതയുണ്ട്? ദേഷ്യം വരാൻ സാധ്യതയുണ്ട്. ഈ അവസരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അതായത് സന്ദർഭോചിതമായിട്ട് തന്നെ നമ്മൾ അതിനെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കണം. ശബ്ദങ്ങൾ ഉയരേണ്ട ഇടത്ത് ശബ്ദം കുറച്ചു വരണം, അതായത് ദേഷ്യം കുറച്ചു കൊണ്ടുവരണം. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ സമൂഹത്തിൽ മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുവാനായിട്ട് ഇടയായിത്തീരും. നമ്മുടെ പോക്ക്, നമ്മുടെ ചിന്ത, നമ്മുടെ സംസാരങ്ങൾ, നമ്മുടെ പ്രവൃത്തികളൊക്കെ ശ്രദ്ധിക്കപ്പെടുകയും നമ്മൾ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുകയും മറ്റുള്ളവർ നമ്മുടെ അടുക്കിലേക്ക് അവരുടെ വിഷയങ്ങളുമായിട്ട് കടന്നു വരുവാനും കഴിയും. മറ്റൊന്ന്, നമുക്ക് വ്യക്തികളോടുള്ള മുൻ പരിചയങ്ങൾ. നമ്മൾ ഓരോ വ്യക്തികളെ പരിചയപ്പെടുന്നു, അല്ലെ? പ്രശ്നങ്ങളുള്ളവരെ പരിചയപ്പെടുന്നു, അവരുടെ സാഹചര്യങ്ങളെ പരിചയപ്പെടുന്നു, പിന്നെ അവരോടുള്ള സാമീപ്യം, അവരെ പറ്റിയുള്ള അറിവ്, ഇവ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാമെന്നറിയാമോ? മറ്റുള്ളവരെ നമ്മളിലേക്ക് ആകർഷിച്ചു കൊണ്ടുവരാൻ, അവരുടെ പ്രശ്നങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യാൻ തക്കവണ്ണമുള്ളൊരു വേ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു ന്യൂസ് പേപ്പർ ആണ് അല്ലെങ്കിൽ നമ്മൾ റേഡിയോ ആണ് എന്ന് ഒരു വ്യക്തി കണ്ടു കഴിഞ്ഞാൽ നമ്മളോടൊരു വിഷയം ഷെയർ ചെയ്യുവോ? ഇല്ല, ഒരിക്കലും. നമ്മൾ റേഡിയോയാണ് അല്ലെങ്കിൽ നമ്മൾ ന്യൂസ് പേപ്പർ ആണ്. മറ്റുള്ളവരുടെ വിഷയങ്ങളെ ചോർത്തുന്ന അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷയങ്ങളെ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് പാസ് ചെയ്യുന്നൊരു കൃപ നമുക്കുണ്ടെന്ന് തോന്നിയാൽ ഒരു വ്യക്തിയും നമ്മളോട് എന്ത് ചെയ്യത്തില്ല, ഒരു വിഷയങ്ങളും ഷെയർ ചെയ്യത്തില്ല. എത്ര വലിയ വിഷയമായിക്കോട്ടെ, എത്ര ചെറിയ വിഷയമായിക്കോട്ടെ, വ്യക്തി നമ്മൾ ഫസ്റ്റിലെ അത് പഠിച്ചതാണ്. രഹസ്യം സൂക്ഷിക്കാനുള്ളൊരു കഴിവ് അത് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നോക്കുക, നമ്മുടെ അടുക്കലേക്ക് ഒരു കൗൺസിലിൽ കടന്നു വരണമെങ്കിൽ, ഒരു ക്ലൈന്റ് ഒരു വിഷയമായിട്ട് കടന്നു വരണമെങ്കിൽ നമ്മളിലുള്ള ഒരു ആത്മാർത്ഥത, നമ്മളിലുള്ള ആ രഹസ്യം സൂക്ഷിക്കുവാനുള്ള കഴിവ് അവർക്ക് ബോധ്യപ്പെടേണ്ടത് ആവശ്യമാണ്. അപ്പം നമ്മൾ ആ വിഷയത്തിൽ പരാജയപ്പെട്ടവരാണ് എങ്കിൽ, നമ്മൾ ആ ഒരു വിഷയത്തിൽ നമുക്ക് പരാജയം സംഭവിക്കപ്പെടുന്നുവെങ്കിൽ ഒരു വ്യക്തിയും എന്ത് ചെയ്യത്തില്ല, നമ്മുടെ അടുക്കിലേക്ക് കൗൺസിലിങ്ങിനായി കടന്നു വരാൻ ധൈര്യപ്പെടത്തില്ല. അതുപോലെ തന്നെ നമുക്ക് ഈ പരിചയമുള്ള വ്യക്തികൾ, ഒരുപക്ഷെ നമ്മുടെ സഭയിലായിക്കോട്ടെ, നമ്മുടെ ബന്ധുമിത്രാദികളായിക്കോട്ടെ, നമ്മുടെ സമൂഹത്തിലായിക്കോട്ടെ, നമ്മൾ കണ്ടുമുട്ടുമ്പോൾ അവരുടെ മുഖഭാവം നമ്മൾ ശ്രദ്ധിക്കണം.
എന്നും കാണുന്ന മുഖഭാവമല്ല. എന്നും കാണുന്ന ആ സംഭാഷണത്തിന്റെ ഈ എപ്പോഴും നമ്മുടെ ട്യൂൺ ഒരുപോലാണോ? ആണോ? അല്ല. എല്ലാവരും ട്യൂണുകൾക്ക് എന്തുണ്ട്? വ്യത്യാസമുണ്ട്. സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ ഒരു ട്യൂണാ. പാട്ട് പാടുമ്പം ഉള്ള ശബ്ദം മാത്രമല്ല ട്യൂൺ എന്ന് പറയുന്നത്. നമ്മുടെ സ്വരത്തിന് എന്തുണ്ട്? പല കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. അപ്പം നോക്കിക്കേ, നമ്മുടെ ശബ്ദം മാറുമ്പോൾ, നമ്മുടെ ആ ട്യൂണ് വ്യത്യാസം വരുമ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. അപ്പൊ നോക്കിക്കേ, എന്നും നമ്മൾ കാണുന്ന വ്യക്തികളെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, ചിലരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാല് നമുക്ക് അവസരങ്ങൾ വരാനുള്ള സാധ്യതകളാണ് ഈ പറഞ്ഞു തരുന്നത്. അതായത് പരിചയമുള്ള വ്യക്തികളെ കണ്ടുമുട്ടും, അവരുടെ മുഖഭാവം, അവരുടെ പെരുമാറ്റം, അവരുടെ സംഭാഷണം തുടങ്ങിയ കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവരിൽ ഉണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ മുഖഭാവം കൊണ്ടോ, അവരുടെ സംഭാഷണങ്ങൾ കൊണ്ടോ, അവരുടെ ആ സംസാരത്തിന്റെ ശൈലി കൊണ്ടോ, അവരുടെ പെരുമാറ്റങ്ങൾ കൊണ്ടോ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കുക, എന്ത് പറ്റി? എന്നും ഇരിക്കുന്നത് പോലെ അല്ലല്ലോ. പ്രത്യേകിച്ച് ഇങ്ങനെ നമ്മൾ ചോദിക്കാൻ കാരണമാകുമ്പോൾ ഒരു കാര്യം കൂടെ ഓർക്കണം. എന്റെ മുഖഭാവത്തെ തിരിച്ചറിയാൻ കഴിയുന്ന, അല്ലെങ്കിൽ ഞാൻ ചേഞ്ച് ആവുന്നത് മനസ്സിലാകുന്ന ഒരു വ്യക്തി ഉണ്ടല്ലോ എന്ന് അവർക്ക് തോന്നുകയും അവരുടെ വിഷയങ്ങൾ നമ്മളിലേക്ക് കൊണ്ടുവരുവാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നോക്കിക്കേ, നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞാല്, നമ്മുടെ സഭയ്ക്കകത്ത് തന്നെ ചെറിയ നമുക്കറിയാം ചില വിഷയങ്ങളുണ്ട്. അത് ഒരു വലിയ പൊട്ടിത്തെറിയിലേക്ക് എത്തപ്പെടാൻ എന്തുണ്ട്? സാധ്യതയുണ്ട്. നമ്മൾ അവസരങ്ങൾ ഉപയോഗിക്കേണ്ട വിധമാണ് പറയുന്നത്. പക്ഷെ ആ ഒരു പ്രശ്നം നമ്മൾ അറിഞ്ഞപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അബീഗയിലിനെ പറ്റി ഞാൻ പറഞ്ഞൊരു വിഷയം നിങ്ങൾ ഓർക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ഒരു വലിയ പ്രശ്നമായിട്ട് മാറ്റപ്പെടാം, അല്ലെങ്കിൽ പുരുഷ പ്രജകളെ മുഴുവൻ കൊന്നുകളയത്തക്ക നിലയിലുള്ള ഒരു കോപത്തിന്റെ അന്തരീക്ഷം നാബാലിലുണ്ട്, അല്ലെങ്കിൽ ദാവീദിലുണ്ട് എന്ന് തിരിച്ചറിയപ്പെടുന്ന നിമിഷം എന്താണ് അബീഗയിൽ ചെയ്യപ്പെടുന്നതെന്ന് അറിയാമോ? അബീഗയില് വളരെ വിവേകത്തോടുകൂടെ പ്രവർത്തിക്കുകയാണ്. അപ്പോൾ ചില പ്രത്യേക സന്ദർഭങ്ങൾ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലായിക്കോട്ടെ, ഏതെങ്കിലുമൊക്കെ ചെറിയ വിഷയങ്ങൾ കുറച്ചുകൂടെ ഇങ്ങനെ വികസിച്ച് അതൊരു ബോംബ് പോലെ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകൾ എവിടെയെങ്കിലും കാണുമ്പോൾ നമ്മുടെ സാമീപ്യം എന്ത് ചെയ്യണം? ആ വിഷയങ്ങളെ ലഘൂകരിച്ച് കൊണ്ടുപോകത്തക്ക നിലയിൽ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? നല്ല ഉപദേശങ്ങളെ കൈമാറുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ നമുക്കൊരു അവസരങ്ങളായിട്ട് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ക്രിസ്ത്യൻ കൗൺസിലർക്ക് വേണ്ട ചില അടിസ്ഥാന യോഗ്യതകൾ കൂടെ നമുക്ക് എഴുതാം. ഒരു ക്രിസ്ത്യൻ കൗൺസിലറുടെ അടിസ്ഥാന യോഗ്യതകൾ മുൻ സമയത്ത് നമ്മൾ കുറച്ച് യോഗ്യതകൾ എഴുതിയിട്ടുണ്ട്, എങ്കിൽ അതിന്റെ കൂടെ തന്നെ കൂട്ടിച്ചേർക്കുക. ഓക്കെ, നമ്പർ 1, വീണ്ടും ജനനം പ്രാപിച്ച് രക്ഷാനിർണയത്തോടെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം ഒരു ക്രിസ്ത്യൻ കൗൺസിലർ. വീണ്ടും ജനനം പ്രാപിച്ച് രക്ഷാനിർണയത്തോടെ ജീവിക്കുന്ന വ്യക്തിയായിരിക്കണം ആരെന്നറിയാമോ? ഒരു ക്രിസ്ത്യൻ കൗൺസിലർ. സെക്കൻഡ് വൺ, ആത്മനിറവിലും ജയജീവിതത്തിലും മുമ്പോട്ട് പോകുന്നയാളായിരിക്കണം. ആത്മനിറവിലും ജയജീവിതത്തിലും മുമ്പോട്ട് പോകുന്നയാൾ ആയിരിക്കണം. മൂന്നാമത്തത് ഇടയ ശുശ്രൂഷ, വചന അഭ്യസനം, പ്രോത്സാഹനം, കരുണ കാണിക്കൽ, പ്രബോധനം ഇത്യാദി കൃപാവരങ്ങൾ പ്രാപിച്ച വ്യക്തിയായിരിക്കണം. ഇടയ ശുശ്രൂഷ, വചനാഭ്യസനം, അതാണ് ഇപ്പൊ നമുക്ക് ലഭിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വചന അഭ്യസിക്കുക, പ്രോത്സാഹനം, കരുണ കാണിക്കൽ,
പ്രബോധനം അല്ലെങ്കിൽ ഉപദേശം എന്ന് പറയാം. ഇത്യാദി കൃപാവരങ്ങൾ പ്രാപിച്ച വ്യക്തിയായിരിക്കണം. അടുത്തത് വാച കർമ്മണായുള്ള വാച മീൻസ് ഓറൽ, അതായത് വാക്കുകൾ കൊണ്ടുള്ളത്. വാച കർമ്മണായുള്ള ആശയവിനിമയത്തിനുള്ള കഴിവുള്ള വ്യക്തിയായിരിക്കണം. ആശയവിനിമയത്തിനുള്ള കഴിവുള്ള വ്യക്തിയായിരിക്കണം എന്ന് പറഞ്ഞാല് ഓറൽ, വാക്കുകൾ കൊണ്ടുള്ള കാര്യങ്ങൾ. ഇപ്പം ഒരാള് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെന്താ കുറെ സമയം അങ്ങ് മൗനമായിട്ടിരിക്കുക. ഒരു പക്ഷേ അവരങ്ങ് മൗനമായിട്ടിരിക്കുക, പിന്നെ അവർക്കൊന്നും പറയാൻ വയ്യ. ഇങ്ങനെ ഒരു പക്ഷേ കർച്ചീഫ് കൊണ്ട് എന്താണ് ഇങ്ങനെ പൊത്തിപ്പിടിച്ച് അവർക്ക് സംസാരിക്കാൻ കഴിയാതെ ഇരിക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങളെ അവർ പറഞ്ഞുള്ളൂ, പക്ഷേ അവരുടെ ആ മനസ്സിൽ ആ വിഷയത്തോടനുബന്ധിച്ച് വാക്കുകൾ കൊണ്ട് കുറച്ചെങ്കിലും പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞ് അവരുടെ ആ ഉള്ളിൽ തിങ്ങി നിൽക്കുന്ന ആ വിഷമം അവരെന്ത് ചെയ്യാണ്, ചിലപ്പോൾ പൊട്ടിക്കരച്ചിലായിട്ട് അത് മാറാം. ഒരു പക്ഷെ അവരങ്ങ് മൗനമാകാം. ഒരു പക്ഷേ കർച്ചീഫ് കടിച്ചു പിടിച്ചായിരിക്കും ചിലപ്പം നമ്മുടെ മുമ്പിലേക്ക് ഇരിക്കുന്നത്. എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ദിവസം പിന്നെ ഞാൻ ശുശ്രൂഷിക്കുന്ന മുന്ന് ശുശ്രൂഷിച്ച ഒരിടത്ത് ഒരു വ്യക്തി കടന്നു വന്നു. ഒരു വിഷയമായിട്ട്. വളരെ ചെറുപ്പക്കാരനാണ്, വളരെ എന്താണ് വലിയ പ്രായമൊന്നുമില്ല, ഒരു 10-23 വയസ്സേ ഉള്ളൂ. പക്ഷേ കൗൺസിലിംഗ് ചെയ്യുകയാണല്ലോ ഈ സമയത്ത്. ഈ വ്യക്തി ആ വിഷയങ്ങൾ തുടക്കത്തിൽ പറഞ്ഞപ്പോൾ വളരെ നോർമൽ ആയിരുന്നു, പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വ്യക്തിക്ക് എന്താണെന്നറിയാമോ, വളരെയധികം ആ വിഷയത്തോട്, ആ വ്യക്തിയോടുള്ള ആ ദേഷ്യം, അല്ലെങ്കിൽ ആ വ്യക്തി തന്നോട് അങ്ങനെ ചെയ്തു എന്നുള്ളൊരു ദേഷ്യം അല്ലാതെ വന്നിട്ട് ഞാൻ ചിന്തിച്ച് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക്, കാരണം വല്ലാതെ പുള്ളി അങ്ങ് ഒരിതാവുമായിരുന്നു. പുള്ളി വളരെ ചെറുപ്പക്കാരാണ്. പുള്ളി ഇങ്ങനെ കൈയൊക്കെ ഇതാക്കുന്നു, വല്ലാതെ പൊട്ടിക്കരയാൻ പോകുന്നു, വല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തപ്പെടും. അപ്പോൾ ഈ സമയത്ത് ആ വ്യക്തി എന്താണ്, ആ വ്യക്തിയുടെ ഉള്ളിലുള്ള മാനസിക അവസ്ഥ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ആ വ്യക്തി പറയുന്നില്ല, പക്ഷെ ആ സാഹചര്യത്തിനകം നമുക്കത് മനസ്സിലാക്കി എടുക്കാനായിട്ട് കഴിയണം. ആ സമയത്ത് നമ്മൾ പെട്ടെന്ന് ഭയപ്പെട്ട് എഴുന്നേൽക്കുകയോ ഒന്നുമല്ല. ആ സമയത്ത് വേണമെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ ആ വ്യക്തിയുടെ കരത്തിലേക്ക് കൊടുക്കാം. ഒരു പക്ഷേ ആ ടിഷ്യൂ പേപ്പർ തന്റെ ആ കണ്ണുനീർ തുടയ്ക്കാൻ സഹായമാകും. അതല്ലെങ്കിൽ തന്റെ ആ കോപം, ചിലരുണ്ടല്ലോ നമുക്ക് നമ്മളും കോപങ്ങളൊക്കെ കുറച്ചുകൊണ്ടൊരു ഒരു ടെക്നിക്കുണ്ട്. ഈ പേപ്പറുകളെ കീറി ഇത് ചെയ്യുന്ന ഒരു ടെക്നിക്കുണ്ട്. അതൊക്കെ ആ വിഷയങ്ങളുള്ള പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ എന്ത് ചെയ്യാം, ആ കോപത്തെ ലഘൂകരിക്കുവാനുള്ള ആ ഒരു നിലയിലായിരിക്കണം തുടർന്ന് നമ്മുടെ സമീപനങ്ങൾ ആകേണ്ടത്. അതുപോലെ തന്നെ നോക്കിക്കേ, ആഴമായ വചന പരിചയം. ആഴമായ വചന പരിചയം. ഒരു ക്രിസ്ത്യൻ കൗൺസിലർ പ്രത്യേകിച്ച് നമ്മുടെ അടുക്കലേക്കൊക്കെ വരുന്ന വിഷയങ്ങളെ നമുക്ക് കൈകാര്യം ചെയ്യുന്നതിനോടൊപ്പം നമ്മുടെ ഏറ്റവും പരമപ്രധാനമായ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ക്രിസ്തീയ ഈ കൗൺസിലിംഗ് നമ്മൾ കൊടുക്കപ്പെടുമ്പോൾ അതിൽ കൂടെ നമ്മൾ ആരെയാണ് വരച്ചു കാട്ടുന്നത്, അവിടെ വിജയിക്കുന്നത്, ആ വ്യക്തി വിജയിക്കപ്പെടുമ്പോൾ വിജയിക്കുന്ന നമ്മുടെ ദൈവമാണ്. അപ്പോൾ നമ്മൾ നോക്കുക, ആ ആഴമായ ഒരു വചന പരിചയം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അവരോട് ആ നിലയിൽ നമുക്ക് സംസാരിക്കുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ വചന പരിജ്ഞാനമാണ് ഏറ്റവും വേണ്ടത്. അതുപോലെ തന്നെ ഒരു നല്ല പ്രശ്ന പരിഹാരകനായിരിക്കണം. ഒരു ക്രിസ്ത്യൻ കൗൺസിലിന്റെ അടിസ്ഥാന യോഗ്യത ഒരു പ്രശ്ന പരിഹാരകനായിരിക്കണം. ഒരു നാടൻ പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ട്, നമ്മൾ എന്ത് ചെയ്യരുത്, എരുതിയിൽ എണ്ണ ഒഴിക്കുന്നവരായിട്ട് മാറരുത്. വലിയൊരു പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ പ്രശ്നത്തെ ലഘൂകരിക്കുവാൻ തക്കവണ്ണമുള്ള അതിനെ പരിഹരിക്കത്തക്ക നിലയിലുള്ള ചലനങ്ങളായിരിക്കണം നമ്മളിൽ നിന്നുണ്ടാകേണ്ടത്. അല്ലാതെ അപ്പുറത്തോട്ട് ചെയ്യണ്ട കൊടുക്കച്ച ഒന്നുകൂടെ പറഞ്ഞ് ഒന്നുകൂടെ സ്ഥിതി കൊളുത്തുന്ന അല്ലെങ്കിൽ ഒന്നുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന ഒരു അനുഭവം ആകരുത് ഒരു ക്രിസ്ത്യൻ കൗൺസിലിന്റെ ഇടപെടൽ എന്ന് പറയുന്നത്. എവിടെയും ആകാം കേട്ടോ, നമുക്ക് എവിടെയും അവസരം ലഭിക്കും. ഒരു പക്ഷേ സഭയിലായിരിക്കും. സഭയിൽ ഈ കാലഘട്ടത്തിലൊക്കെ എന്ന് പറഞ്ഞാൽ സഭകളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പൊ ഇവിടെ ഒക്കെ നമ്മുടെ അവസരോചിതമായ ഇടപെടലുകൾ, നമ്മൾ പറയുന്ന ഒരു വാക്യമുണ്ടല്ലോ, തക്ക സമയത്ത് പറയുന്ന വാക്ക് വെള്ളിത്താഴത്തിൽ എന്താണ് പൊന്നാരങ്ങ പോലെ എന്നൊരു സദൃശവാക്യത്തിൽ വചനമുണ്ട്. തക്ക സമയത്ത് പറയുന്ന വാക്ക്, ആ ഒരു വാക്കാണ് ഒരു ക്രിസ്തീയ കൗൺസിലിന്റെ വായിൽ നിന്ന് എന്ത് ചെയ്യേണ്ടത്, പുറപ്പെടേണ്ടത്. അപ്പൊ നമ്മൾ തക്ക സമയത്ത് പറയുന്നത്, അത് അവിടെയും കഴിഞ്ഞല്ല നമ്മൾ പറയേണ്ടത്. ചിലരെന്ത് ചെയ്യും, ഒത്തിരി പഴഞ്ചൊല്ലുകൾ ഇങ്ങനെ കയറി വരുന്നുണ്ടെങ്കിൽ അത് പറയുന്നില്ല. പക്ഷേ പോട്ട് ഒന്ന് നോക്കിക്കാൻ, നമ്മൾ തക്ക സമയത്ത് കൊടുക്കുന്ന ഒരു വാക്കായിരിക്കും. പക്ഷെ അതെന്തായിരിക്കണം,
ആ പ്രശ്നം പരിഹരിക്കപ്പെടാനുള്ളതായിരിക്കണം. ഒരിക്കലും ഒരു ബോംബ് പൊട്ടിക്കപ്പെടാനുള്ള വാക്കായിരിക്കരുത് നമ്മൾ അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത യോഗ്യത എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സൊരുക്കം. നമുക്ക് എത്ര അറിവുണ്ടെങ്കിലും, എത്ര വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിലും, എത്ര കൃപ നമുക്കുണ്ടെങ്കിലും മനസ്സിനൊരു ഒരുക്കം ഇല്ലെങ്കിൽ ഇതൊന്നും എന്ത് ചെയ്യത്തില്ല, നടക്കുവോ? ഒരിക്കലും നടക്കത്തില്ല. അപ്പം ഈ ക്ലാസ്സിലേക്ക് സാറ് പറഞ്ഞ കറക്റ്റ് 7 o'clock ആകുമ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ നമുക്ക് ചാപ്പൽ സർവീസും കാര്യങ്ങളൊക്കെ വളരെ ബ്ലെസ്സിങ് ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. അപ്പൊ നോക്കിയാൽ മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? എല്ലാം നടക്കും. നമുക്ക് ഒരു ഡോക്ടറെ കാണാൻ അപ്പോയിന്റ്മെന്റ് എടുത്താല് ഒരു 5:30 നമുക്ക് ടൈം തന്നാൽ നമ്മൾ ആരെങ്കിലും 5:30 നമുക്ക് സമയം തന്നാൽ നമ്മൾ 5:32 പോവോ? ഇല്ല. 5:35 പോവോ? ഇല്ല. എന്ന് വെച്ചാൽ സാർ നമുക്ക് തന്നേക്കുന്ന ഒരു അപ്പോയിന്റ്മെന്റ് ടൈം ഉണ്ട്. ആ ടൈം കഴിഞ്ഞാൽ അടുത്തൊരു വ്യക്തിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് വരെ പിന്നെ എന്ത് ചെയ്യണം? അതിനുവേണ്ടി വെയിറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പൊ നോക്കിക്കേ, അതുപോലെയാണ് നമ്മൾ നോക്കുക. നമ്മൾ എവിടെ എന്താ നമുക്കൊരു മനസ്സൊരുക്കം ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാം ഷാർപ്പായിട്ട് കൊണ്ടുപോകാൻ പറ്റും, ഇല്ലേ? നമ്മുടെ യാത്രകളായാലും നമ്മുടെ വീട്ടിലെ ജോലികളായാലും സുവിശേഷ പ്രവർത്തനമായാലും. ചിലർ പറയാറുണ്ട് പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് പലപ്പോഴും പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്യുന്നില്ല, സമയം കിട്ടുന്നില്ല. എനിക്ക് ബൈബിള് തുടർച്ചയായിട്ട് വായിച്ചു വരണമെന്നുണ്ട്. ഉൽപ്പത്തി വായിച്ച് 15 അധ്യായം കഴിയുമ്പോൾ പിന്നെ എന്തെങ്കിലുമൊക്കെ തടസ്സം വരും. അപ്പൊ അത് റെഗുലറായിട്ട് എന്ത് ചെയ്യത്തില്ല, കൊണ്ടുപോകാൻ പറ്റത്തില്ല. പക്ഷെ ഇതിനെല്ലാം മെയിൻ വേണ്ടത് എന്താണെന്നറിയാമോ? എത്ര തടസ്സം വന്നാലും ഞാനത് ചെയ്യും എന്നൊരു ഉറപ്പ്, ആ ഒരു മനസ്സൊരുക്കം. നമ്മൾ എങ്ങനെ കാര്യങ്ങളെ കൊണ്ട് നമ്മളെ കൺട്രോൾ ചെയ്താൽ അതിലേക്ക് തരുന്ന ഓരോ വിഷയങ്ങളും എത്തിക്കാൻ നമുക്ക് കഴിയും. അതാണ് നോക്കിക്കുക, ഒന്നാമത് നമുക്ക് എത്ര കാര്യങ്ങൾ നമ്മൾ പഠിച്ചു എന്ന് പറഞ്ഞാലും ഇങ്ങനെ ഒരു ശുശ്രൂഷ ചെയ്യണമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? ഒരു മനസ്സൊരുക്കം ഉണ്ടായിരിക്കണം. അടുത്തത് മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ആത്മഭാരവും ചിന്തയുമുള്ള വ്യക്തിത്വമായിരിക്കണം. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ആത്മഭാരം. അത് ഇടയൻ എന്നുള്ള വിഷയത്തെ പഠിക്കുമ്പോൾ ഞാൻ ആ വിഷയം കുറച്ചുകൂടെ ഒന്നുകൂടെ മനസ്സിലാക്കി തരാം. മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ആത്മഭാരം, അല്ലെങ്കിൽ മറ്റുള്ളവർ അഭിമുഖീകരിക്കുന്ന വിഷയത്തെ പറ്റിയുള്ള ഒരു ആത്മഭാരം അത് നമ്മളിൽ ഉണ്ടാകണം. അതെങ്ങനെ ഉണ്ടാകുന്നു ഇടയനെ പറ്റി പഠിക്കുമ്പോൾ, അല്ലെങ്കിൽ തിരുവചനത്തിൽ നിന്ന് മോശയുടെ കാര്യം പറയുമ്പോൾ ഞാനത് കുറച്ചുകൂടെ പറഞ്ഞു തരാം. അപ്പൊ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ആത്മഭാരവും ചിന്തയുമുള്ള വ്യക്തിത്വം. അടുത്തത് മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥ ചെയ്യാനായി ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽക്കാനുള്ള ഒരു വ്യഗ്രത ഉണ്ടായിരിക്കണം. ഒരു കൗൺസിലറുടെ യോഗ്യതയാണ്. ഒരു സെക്യുലർ കൗൺസിലർ ഇങ്ങനെയല്ല. അവർക്ക് എന്ത് ചെയ്യാം? തന്റെ അടുക്കിലേക്ക് കടന്നു വരുന്ന രോഗിക്ക് അവരെ കൊണ്ട് തന്നെ തീരുമാനം എടുപ്പിച്ച് അവരെ ഒന്ന് ഫോളോ അപ്പ് ചെയ്ത്, അല്ലെങ്കിൽ 1 or 2 അല്ലെങ്കിൽ പോട്ട് മാക്സിമം പോയാൽ 6-7 സെക്ഷൻ വരെ അവരെന്ത് ചെയ്യാറുണ്ട്? ഒരു ടൈം കൊടുത്ത് കൗൺസിൽ ചെയ്യിപ്പിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അവരുടെ ഡ്യൂട്ടി എന്ത് ചെയ്യാണ്? കഴിയുകയാണ്. പക്ഷെ ഒരു ക്രിസ്ത്യൻ കൗൺസിലർ എന്ന് പറയുമ്പോൾ നമ്മുടെ അടുക്കിലേക്ക് പ്രശ്നവുമായിട്ട് കടന്നു വരുന്ന വ്യക്തി ആ പ്രശ്നവുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് കടന്നു വന്നു, നമ്മൾ അതിന് പരിഹാരങ്ങളൊക്കെ കൊടുത്തു, അല്ലെങ്കിൽ ഫോളോ അപ്പ് ഒക്കെ കഴിഞ്ഞു, ഓക്കെ, ഒരു 3-4-5 സെക്ഷനൊക്കെ കഴിഞ്ഞു. പക്ഷെ നമ്മൾ അതുകൊണ്ട് അവിടെ അവസാനിപ്പിക്കുകയല്ല. തുടർന്ന് അവർക്ക് വേണ്ടി ഇടിവിൽ നിൽക്കാൻ, അവർക്ക് വേണ്ടി വീണ്ടും പ്രാർത്ഥിക്കാൻ ഉള്ള ഒരു ഡ്യൂട്ടി കൂടെ ആർക്കുണ്ട്? നമുക്ക് ഉണ്ട്. അതുപോലെ തന്നെ ഒരു നല്ല പ്രയർ വാരിയർ ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ പ്രയർ വാരിയർ എന്ന് പറഞ്ഞാല് നമ്മൾ നല്ലൊരു പ്രാർത്ഥനാ പോരാളി ആയിരിക്കണം. നമ്മൾ ഒരു ക്രിസ്ത്യൻ കൗൺസിലർ ഒരു പ്രാർത്ഥനാ പോരാളി ആയിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് വൺ, മറ്റുള്ളവരോടുള്ള ഒരു സഹതാപവും മനസ്സലിവും. മറ്റുള്ളവരോടുള്ള ബന്ധത്തില് നമ്മൾ കാണിക്കുന്ന ഒരു മനസ്സലിവ്, അവരോടുള്ളൊരു സഹതാപം, അവരുടെ വിഷയങ്ങൾ കേൾക്കപ്പെടുമ്പോൾ അവരോടൊന്ന് മനസ്സലിയാൻ, അവരുടെ യഥാർത്ഥ സ്ഥിതി ഒന്ന് മനസ്സിലാക്കി അവരെ ഒന്ന് സഹായിപ്പാനുള്ളൊരു കഴിവ് നമുക്ക് ആവശ്യമാണ്. എഴുതാം, മറ്റുള്ളവരോട് സഹതാപവും മനസ്സലിവും, അവരുടെ യഥാർത്ഥ സ്ഥിതി മനസ്സിലാക്കി സഹായിപ്പാനുള്ള കഴിവ്. അടുത്തത് കൗൺസിലിങ്ങിന്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിപ്പാനുള്ള കഴിവ്. മുൻ സമയങ്ങളിൽ അത് എഴുതിയിട്ടുണ്ട്. രഹസ്യം സൂക്ഷിക്കൽ എന്ന് പറഞ്ഞൊരു പോയിന്റ് എഴുതിയിട്ടുണ്ട്. നിങ്ങൾ എഴുതിക്കോ, കൗൺസിലിങ്ങിന്റെ രഹസ്യ സ്വഭാവം കാത്തു സൂക്ഷിക്കാനുള്ള കഴിവ്. അടുത്തത്
കൗൺസിലിങ്ങിനായി സമയം കണ്ടെത്താൻ കഴിയുന്ന വ്യക്തിയായിരിക്കണം. നമ്മുടെ അടുക്കിലേക്ക് പ്രശ്നവുമായിട്ട് കടന്നു വരുമ്പം നമ്മള് തിരക്ക് കാണിച്ചാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവരുടെ മനസ്സ് നമ്മളിൽ ഓപ്പൺ ആക്കാൻ കഴിയുന്നില്ല. ചിലരുണ്ട് നമ്മുടെ അടുക്കിലേക്ക് കടന്നു വന്നിട്ട്, അയ്യോ അമ്മാമ്മ എന്തെങ്കിലും തിരക്കുണ്ടോ, അയ്യോ ആദ്യം തിരക്കിലായിരുന്നു, എന്തെങ്കിലും ജോലിയുണ്ടോ എന്ന് ചോദിച്ച് നമ്മൾ കാണിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചലനങ്ങൾ കൊണ്ട് അവർക്ക് മനസ്സിലാകും, അയ്യോ ഞാൻ കടന്നു വന്നത് അവർക്കൊരു ബുദ്ധിമുട്ടായി പോയി എന്നൊരു ചിന്ത അവർക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, കൗൺസിലിങ്ങിന് വേണ്ടി നാം തയ്യാറെടുക്കുമ്പോൾ നമുക്ക് എന്തുണ്ടായിരിക്കണം, സമയം കണ്ടെത്താൻ കഴിയണം. നമ്മൾക്ക് സമയം കണ്ടെത്തി വേണം നമ്മൾ അവരെ എന്ത് ചെയ്യാന്, അവരെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി അവരെ ഒരുക്കുവാന്. ഓക്കെ, അടുത്തത് സുഹൃതവും അതേസമയം ഉറപ്പുമുള്ള ഒരു വ്യക്തിയായിരിക്കണം. അവരോട് ഫ്രണ്ട്ലി ആയിരിക്കാം നമുക്ക്, അവരോട് ഫ്രണ്ട്ലി ആയിരിക്കാം. അല്ലെങ്കിൽ നമ്മൾ വലിയൊരു ഗൗരവത്തോടെ വലിയ ഏതോ ആളാണ് എന്നൊരു മുഖഭാവത്തോടെ വളരെ ഗൗരവത്തോടെ അവരുടെ വിഷയങ്ങളെ കേൾക്കുമ്പം പറഞ്ഞാട്ടെ പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞ ആ ഒരു ഗൗരവ ഭാവത്തോടെയല്ല, അവരോട് ഫ്രണ്ട്ലി ആവുക. അതുപോലെ തന്നെ ഉറപ്പുള്ളൊരു വ്യക്തിയായിരിക്കണം. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ആ വ്യക്തി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയുമ്പം വിഷയങ്ങളെല്ലാം കേട്ട് നമ്മളും കൂടെ കൂട്ടക്കരച്ചിലായാൽ പിന്നെ എന്ത് ചെയ്യണം, മൂന്നാമത് വേറൊരു കൗൺസിലറെ കൊണ്ടുവരേണ്ടതായ ആവശ്യം അവിടെ വരും. അപ്പം എന്താണ്, അതാണ് പറയുന്നത്, നമ്മൾ ഫ്രണ്ട്ലി ആകാം, പക്ഷെ അവരുടെ വിഷയം കേൾക്കുമ്പോൾ എന്താണ്, നമ്മൾ ഉറപ്പുള്ള ഒരു വ്യക്തിയായിരിക്കണം. അവരുടെ ആ വിഷയത്തിനകത്ത് അവരെ പുറത്തു കൊണ്ടുവരത്തക്ക നിലയിൽ നമുക്കൊരു ഉറപ്പ് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമേ അവരെ എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആ പ്രശ്നത്തിൽ നിന്ന് കരകയറ്റുവാനായിട്ട് കഴിയത്തുള്ളൂ. അതുപോലെ തന്നെ എളുപ്പത്തിൽ സമീപിക്കാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വമായിരിക്കണം. ചിലരുണ്ട്, നമ്മൾ എത്ര സംസാരിക്കാൻ തുടങ്ങിയാലും ചില വ്യക്തികള്, ചിലരെ കണ്ടില്ലേ, അവരങ്ങ് ഭയങ്കര മസിൽ പിടിച്ചെങ്കിരിക്കും. നമ്മൾ അങ്ങനെ മസിൽ പിടിച്ചിരിക്കരുത്. നമ്മുടെ അടുക്കിലേക്ക് ആരെങ്കിലും ഒരു പ്രശ്നമായിട്ട് കടന്നു വരുമ്പം നമ്മൾ ചിരിച്ച് ഒരു സ്നേഹത്തിൽ ഒരു ഫ്രണ്ട്ലി ആയിട്ട് എന്ത് ചെയ്യണം, അവരോട് ഇടപെടണം. പക്ഷെ നമ്മൾ മസിൽ പിടിച്ച് വളരെ ഗൗരവത്തോടിരിക്കുകയാണെങ്കിൽ, ഈസിലി ആയിട്ട് അപ്രോച്ചബിൾ ആകുന്ന ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ അവരെന്ത് ചെയ്യത്തില്ല, അവരുടെ മനസ്സ് അവർ തുറക്കുവാനായിട്ട് കഴിയത്തില്ല. അപ്പൊ നമ്മുടെ സ്വഭാവം ഒരു കഠിന സ്വഭാവമാകരുത്. മറ്റുള്ളവർ ആകർഷിക്കുന്ന, മറ്റുള്ളവർക്ക് നമ്മളെന്ന് സമീപിച്ചാൽ അവർക്കൊരു ആശ്വാസം കിട്ടും എന്ന ഒരു ചിന്താഗതിയിലായിരിക്കണം നമ്മുടെ ജീവിത രീതി, നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് ഇനി കൗൺസിലിങ്ങിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പും പശ്ചാത്തല ക്രമീകരണവും. കൗൺസിലിങ്ങിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പും പശ്ചാത്തല ക്രമീകരണവും. കൗൺസിലിങ്ങിനായുള്ള നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, ഇത് എഴുതണ്ട. വളരെയധികം രഹസ്യ സ്വഭാവമുള്ളതും ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതുമായ ശുശ്രൂഷയാണ് എന്ത്, കൗൺസിലിംഗ്. വളരെയധികം രഹസ്യ സ്വഭാവമുള്ളതും ശ്രദ്ധാപൂർവം കൈകാര്യം ചെയ്യേണ്ടതുമായ ശുശ്രൂഷയാണ് എന്ത്, കൗൺസിലിംഗ്. ഇത് എഴുതണ്ട, പോയിന്റ്സ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. എന്നാൽ അതിന് നമുക്ക് വ്യക്തിപരമായ ഒരു തയ്യാറെടുപ്പ് ഉണ്ടായിരിക്കണം. ഒരു കൗൺസിലിങ്ങിന് വേണ്ടി ഒരു വ്യക്തി നമ്മുടെ അരികിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ്, ചില ഒരുക്കങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കണം. നമ്മുടെ വീട്ടിലേക്ക് ഒരു അതിഥി വരുമ്പം സാധാരണ ഇരിക്കുന്നത് പോലാണോ നമ്മൾ ഇരിക്കുന്നത്? അല്ല. എന്നാൽ ആ ഒരു അതിഥിയെക്കാളും ഒരു പ്രശ്നവുമായിട്ട് നമ്മുടെ അരികിലേക്ക് വരുമ്പം നമ്മൾ എന്താണ്, വളരെ ലാഘവത്തോടെ അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് അങ്ങ് ഇതാകുകയല്ല. അതിന് ചില തയ്യാറെടുപ്പുകൾ നമ്മുടെ വീട്ടിലും നമ്മളിലും ഉണ്ടായിരിക്കണം. ഒന്ന്, ഫസ്റ്റ് വൺ, കൗൺസിലിങ്ങിന് വേണ്ടി കടന്നു വരുന്ന വ്യക്തിക്കായി പ്രത്യേകം പ്രാർത്ഥിക്കണം. നമ്മൾ ആര് നമ്മുടെ അടുക്കിലേക്ക് കടന്നു വന്നാലും ഏതൊരു ശുശ്രൂഷ ആരംഭിക്കപ്പെട്ടാലും ഫസ്റ്റ് ഒരു കാര്യം ചെയ്യേണ്ടത് നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. കൗൺസിലിങ്ങിനായി കടന്നു വരുന്ന വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എഴുതണേ, പോയിന്റ് ആയിട്ട് എഴുതണേ. കൗൺസിലിങ്ങിനായി കടന്നു വരുന്ന വ്യക്തിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുക. സെക്കൻഡ് വൺ, വൃത്തിയും ശാന്തതയും ഉള്ളൊരു സ്ഥലത്ത് കൂടിക്കാഴ്ച നടത്തുക. വൃത്തിയും ശാന്തതയുമുള്ള. ഈ അബ്രഹാം ദൂതന്മാരെ സൽക്കരിച്ച എവിടെയാ? ഓക്കെ, ഒരു വൃക്ഷത്തിന്റെ കീഴിലാണ് എന്ത് ചെയ്യുന്നത്, ദൂതന്മാരെ സൽക്കരിക്കുന്നത്.
ഞാൻ ചോദിക്കട്ടെ, നമ്മുടെയൊക്കെ മുറ്റത്ത് വൃക്ഷത്തിന്റെ ചുവടുണ്ടെങ്കിൽ അതിന്റെ ചുവട്ടിൽ 2 കസേരയിട്ട് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു മേഖലയിലായിരിക്കുമോ? നമ്മുടെ വീട്ടിലേക്ക് ഒരു വ്യക്തി കടന്നു വരുമ്പോ പെട്ടെന്ന് ഔപചാരികമായിട്ട് കടന്നു വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അവരെ ഒന്ന് ഇരുത്താൻ തക്കവണ്ണമുള്ള ക്രമീകരണം നമ്മുടെ വീട്ടിൽ ഉണ്ടായിരിക്കുമോ? നോക്കുക, അതാണ് ഒരു കൗൺസിലർ പ്രത്യേകം എടുത്തു പറയുകയാണ്. വൃത്തിയും ശാന്തതയുമുള്ള ഒരു സ്ഥലത്ത് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഒരു കൗൺസിലിങ്ങിന് വേണ്ടി അവരെ ഒരുക്കുക. ഓക്കെ, നമ്മൾ ഇരിക്കുന്ന സ്ഥലം ശാന്തത എന്താണ്, മറ്റ് ശബ്ദ കോലാഹലങ്ങൾ അതല്ലെങ്കിൽ ഇവിടെ പറയുന്ന വിഷയങ്ങൾ പുറത്ത് മറ്റാരെങ്കിലും ശ്രദ്ധിക്കുമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ സ്ഥലം എന്ത് ചെയ്യരുത്, എടുക്കരുത്. അപ്പോൾ എപ്പോഴും ഓർക്കുക, നമ്മൾ മറ്റുള്ളവരെ അല്ലെങ്കിൽ ഒരു ക്ലയന്റ് നമ്മുടെ അരികിലേക്ക് കടന്നു വരുമ്പോൾ അവരുമായി ആ വിഷയങ്ങൾ ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്തിന് എന്ത് വേണം, ഒരു വൃത്തി ഉണ്ടായിരിക്കണം, ശാന്തമായ ഒരു സ്ഥലമായിരിക്കണം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അടുത്തത്, ശ്രദ്ധ പതറുന്നതും ശബ്ദ മലിനീകരണം ഉള്ളതുമായ സാഹചര്യങ്ങൾ നമ്മൾ ഒഴിവാക്കണം. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ അരികിലേക്ക് അവർ പ്രശ്നവുമായിട്ട് കടന്നു വന്നിട്ട് അവർ ആ വിഷയങ്ങളെ ഇങ്ങനെ എന്ത് ചെയ്യുക, പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് വെച്ച് എന്തെങ്കിലുമൊക്കെ ശബ്ദം കേട്ട്, അയ്യോ എന്തോ ആ ശബ്ദം കേട്ടെ, പെട്ടെന്ന് ആ കൗൺസിലർ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക. ഇതൊക്കെ എന്താണ്, ആ ശുശ്രൂഷയ്ക്ക് ഒരു അഭംഗിയായിട്ട് മാറും. ആ ശുശ്രൂഷ അവിടെ പലതും എന്താവും, അവിടെ വെച്ച് ബ്രേക്ക് ആയി പോകുവാൻ ഇടയായിട്ട്. നമുക്ക് എപ്പോഴും എല്ലാ കാര്യത്തിലും ഞാൻ ചെയ്യട്ടെ, ചില ശക്തമായിട്ട് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് വരും. പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തില് എന്താണ്, എവിടെയെങ്കിലും ചിലപ്പോൾ ചില പിള്ളേരെന്തെങ്കിലും കുരുത്തക്കേട് കാണിക്കും, അവരുടെ ആ ഒഴുക്ക് എന്ത് ചെയ്യാറുണ്ട്, എല്ലാവരുടെയും ഇല്ല, ചിലരതൊന്നും ഗണ്യമാക്കാറില്ല. ചിലരെന്ത് ചെയ്യാം, പെട്ടെന്ന് ആ വന്നുകൊണ്ടിരുന്ന ഫ്ലോയിൽ അവർക്ക് ചേരാനായിട്ട് കഴിയത്തില്ല. അപ്പൊ അതാണ് ഈ കൗൺസിലിംഗ് എന്ന് പറയുന്ന ഈ ശുശ്രൂഷയ്ക്കകത്ത് ശബ്ദ മലിനീകരണം അല്ലെങ്കിൽ പെട്ടെന്ന് അവരെ ശ്രദ്ധ മാറ്റിക്കൊണ്ടു പോകുന്ന ശബ്ദങ്ങള് അങ്ങനെയുള്ള സാഹചര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, ഒഴിവാക്കണം. ഒരു വേദനയോടൊരു വ്യക്തി ഒരു വിഷയം ഒരു പ്രത്യേക ഫ്ലോയിൽ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ അതിന് തടസ്സം സൃഷ്ടിക്കപ്പെടുന്നത് ഒന്നും തന്നെ എന്ത് ചെയ്യരുത്, നമ്മളായിരിക്കുന്ന ഇടത്ത്, നമ്മൾ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് ഉണ്ടാകരുത്. എഴുതിയല്ലോ എല്ലാരും? എഴുതിയില്ലേ? ഓക്കെ, നെക്സ്റ്റ് വൺ, ബൈബിൾ സമീപത്ത് തന്നെ ഉണ്ടായിരിക്കണം. ഒരു ക്രിസ്ത്യൻ കൗൺസിലറുടെ ഏറ്റവും വലിയ ആയുധം ഞാൻ പറഞ്ഞു എന്താണ്, ദൈവവചനമാണ്. നമ്മൾ അത് തുറക്കുന്നില്ലായിരിക്കും, ഒരു പക്ഷേ അത് തുറന്ന് കാര്യങ്ങളെ പറയുന്നില്ലായിരിക്കും. ഒരു പ്രസംഗമോ അല്ലെങ്കിൽ ഒരു വലിയ ബിബ്ലിക്കലായിട്ട് വലിയ ഉപദേശമോ ഒന്നും പറയാനൊരു സാഹചര്യം ഒരുപക്ഷെ ലഭിക്കപ്പെട്ടില്ല എങ്കിൽ തന്നെയും ഒരു ബൈബിൾ നിങ്ങളുടെ സംസാരിക്കുന്നതിന്റെ നടുക്ക് വെക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. അതുപോലെ നമ്മുടെ ഫോണ് നമ്മൾ ഓഫ് ആക്കിയിട്ട് വേണം ഒരു കൗൺസിലിംഗ് ശുശ്രൂഷ ആരംഭിക്കുവാൻ. നമ്മൾ പ്രധാനമായി ചിലർ വിഷമങ്ങൾ പറയുമ്പോൾ നമ്മുടെ ഫോൺ റിങ് അടിക്കാൻ തക്കവണ്ണമുള്ള ഇതിൽ ഇടരുത്. ഒന്നുകിൽ അത് വൈബ്രേഷൻ മോഡിലിട്ട് സൂക്ഷിക്കുക, അതല്ലെങ്കിൽ അത് സൈലന്റ് ആക്കുക. അതായത് വൈബ്രേഷൻ ആയാലും നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ ശ്രദ്ധ പതറാൻ സാധ്യതയുണ്ട്, അത് സൈലന്റ് ആക്കി ഇടുക അല്ലെങ്കിൽ സൗണ്ട് ഓഫ് ചെയ്ത് വെക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. കാരണം ആ പറയുന്ന വ്യക്തിയുടെ ശ്രദ്ധ മാറിപ്പോകുവാനും ആ വിഷയത്തിന്റെ ഗൗരവം നമ്മളിൽ നിന്ന് വിട്ടുപോകുവാനും അത് എന്താകും, കാരണമായിത്തീരും. അടുത്തത്, കൗൺസിലിംഗ് സെഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കവേ, അതായത് ക്ലയന്റ് കാര്യം പറയുന്നു, കൗൺസിലർ ആ വിഷയങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നു, ഇങ്ങനെ ആ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതാണ് കൗൺസിലിംഗ് സെക്ഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കവേ മുഴുവൻ സമയവും നമ്മുടെ ഉള്ളിൽ എന്താണെന്നറിയാമോ, സ്വർഗീയ പരിജ്ഞാനത്തിനായി നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് കൗൺസിലിംഗിൽ ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. സ്വർഗീയ പരിജ്ഞാനത്തിനായി. കാരണം ആ വ്യക്തി അനുഭവിക്കുന്ന പ്രതിസന്ധികളാണ് നമ്മളോട് എന്ത് ചെയ്യുന്നത്, പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ ബുദ്ധി മാത്രം അവിടെ ഉയർന്നു നിൽക്കാതെ സ്വർഗീയ പരിജ്ഞാനത്തിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, പ്രാർത്ഥിച്ചുകൊണ്ട് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കൗൺസിലർ സ്വന്തം കുറവുകൾ ഏറ്റുപറഞ്ഞ് ആ വ്യക്തിയോട്, കൗൺസിലറോട് പറയാനല്ല പറയുന്നത്, കൗൺസിലർ ആയിരിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകാം, പ്രവൃത്തിയിലോ ചിന്തയിലോ എന്ത് ഇടപാടുകളിലൊക്കെ എന്ത് ചെയ്യുക, കുറവുവശങ്ങൾ വരാം, പല വിധത്തിലുള്ള കുറവുവശങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഈ സമയം നമ്മൾ ശ്രദ്ധിക്കേണ്ട, കൗൺസിലർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ തെറ്റുകുറ്റങ്ങളെ ഏറ്റുപറഞ്ഞ് വ്യക്തിപരമായ ശുശ്രൂഷയ്ക്ക് വേണ്ടി നമ്മൾ രൂപാന്തരപ്പെട്ട അനുഭവത്തിൽ ജീവിക്കുന്ന വ്യക്തിയായിരിക്കണം. എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ കുറ്റമറ്റ മനസാക്ഷിയോടെ, ആകത്തുക ഇത്രയേ ഉള്ളൂ, ദൈവസന്നിധിയിൽ കുറ്റമറ്റ മനസാക്ഷിയോടെ ജീവിക്കപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കണം ഒരു ക്രിസ്ത്യൻ കൗൺസിലർ എന്ന് പറയുന്നത്.
നെക്സ്റ്റ്, കൈകാര്യം ചെയ്യുന്ന വിഷയം എഴുതുക. കൈകാര്യം ചെയ്യുന്ന വിഷയം പരിഹരിക്കപ്പെടാനായി പ്രാർത്ഥിച്ചുകൊണ്ട് അതിലേക്ക് പ്രവേശിക്കണം. കൈകാര്യം ചെയ്യുന്ന വിഷയം എന്തുമാകട്ടെ, ആ വിഷയം പരിഹരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ അതിൽ പ്രവേശിക്കണം. ഓക്കെ, നെക്സ്റ്റ്, ലാസ്റ്റ് വൺ. ആ ഒരു പോയിന്റ് അവിടെ തീരുകയാണ്. കൗൺസിലിംഗ് കൂടിക്കാഴ്ചയുടെ ഇടയ്ക്ക് പുറത്തുനിന്ന് ആരും കടന്നു വന്ന്, നേരത്തെ അത് പറഞ്ഞു കഴിഞ്ഞു എങ്കിലും അതൊരു പോയിന്റ് ആയിട്ട് എഴുതി ചേർക്കുക, നമ്മുടെ ശ്രദ്ധ മാറ്റാൻ ഇടവരരുത്. പുറത്തുനിന്നൊരു വ്യക്തി, അതായത് നോ എക്സ്റ്റേണൽ ഇന്റർഫറൻസ്. അതായത് കൗൺസിലിംഗ് കൂടിക്കാഴ്ചയുടെ ഇടയ്ക്ക് പുറത്തുനിന്ന് ആരും വന്ന് നമ്മുടെ ശ്രദ്ധ മാറ്റാൻ ഇടവരാതെ സൂക്ഷിക്കണം. ഇങ്ങനെ വളരെ സൂക്ഷ്മതയോടെ, വളരെ കരുതലോടെ, വളരെ ഒരുക്കത്തോടെ കൂടെ വേണം നമ്മളൊരു കൗൺസിലിംഗ് ശുശ്രൂഷ ചെയ്യേണ്ടത്. ഇതൊരു ശുശ്രൂഷയാണ് എന്ന ആ ഒരു ചിന്ത നമ്മൾ എപ്പോഴും ഭരിക്കുവാൻ ഇടയായിത്തീരണം. എങ്കിൽ മാത്രമേ അർഹിക്കുന്ന ഗൗരവത്തോട് അതിനെ കണ്ടെങ്കിൽ മാത്രമേ ഫലകരമായ ഒരു അനുഭവം നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയത്തുള്ളൂ. ഓക്കെ, നെക്സ്റ്റ്, നമുക്ക് എങ്ങനെയൊക്കെ ആ ശുശ്രൂഷ ചെയ്യാം. അതായത് എങ്ങനെ പോയിന്റ് ചെയ്യുക, കൗൺസിലിംഗ് പ്രക്രിയയുടെ തുടക്കം. ഒരു ഫസ്റ്റ് സെക്ഷൻ. ഇപ്പം കുറഞ്ഞത് നമ്മുടെ അടുക്കൽ വരുന്ന വ്യക്തിക്ക് നമ്മൾ അടുപ്പിച്ച് ഒറ്റ ദിവസം കൊണ്ട് അവരെ അങ്ങ് നന്നാക്കി വിടാൻ പറ്റത്തില്ല. ഒരു വ്യക്തിയെയും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഒറ്റ ദിവസം കൊണ്ട് അവരുടെ പ്രശ്നത്തിന് പരിഹാരം കൊടുത്ത് വിടാൻ പറ്റത്തില്ല. ഇപ്പം പിന്നെ എന്താണ് വളരെ പ്രശ്നത്തോടും വളരെ വേദനയോടും ഒക്കെ കടന്നു വരുന്ന വ്യക്തിയെ 2-3 പ്രാവശ്യമെങ്കിലും അവർ നമ്മുടെ അരികിലേക്ക് കടന്നു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫസ്റ്റ് സെക്ഷൻ, ഫസ്റ്റ് ആ ഒരു ടൈം നമുക്ക് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ഓക്കെ, എഴുതിക്കൊള്ളുക. കൗൺസിലിയെ താല്പര്യത്തോടും പ്രസന്നതയോടും കൂടെ സ്വീകരിക്കുകയും സ്വാഗതം ചെയ്യുകയും ചെയ്യുക. വളരെ താല്പര്യത്തോടും പ്രസന്നതയോടും കൂടെ കൗൺസിലിയെ സ്വീകരിക്കുക. ഒരു വ്യക്തി പ്രശ്നവുമായിട്ട് കടന്നു വരുമ്പം നമുക്ക് പല പ്രശ്നവും ഉണ്ടായിരിക്കാം. നമ്മുടെ ഭവനത്തിൽ പ്രശ്നം കാണും, നമുക്ക് വിഷമം കാണും, എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിലിരിക്കുകയായിരിക്കും, ഇല്ലായ്മ കാണും, ഞെരുക്കം കാണും, കുഞ്ഞുങ്ങൾക്ക് ശാരീരികമായ ക്ഷീണം ഉണ്ടായിരിക്കും. ഇപ്പൊ ഇതിന്റെ എല്ലാം ആ ഒരു വിഷമം നമ്മുടെ ഫേസിൽ ഉണ്ടെങ്കിൽ നമ്മുടെ അരികിലേക്ക് വരുന്ന കൗൺസിലിംഗ് എന്ത് കൊടുക്കാൻ പറ്റത്തില്ല, നമുക്ക് വേണ്ടതുപോലെ ഒരു പരിഹാരമായിട്ട് അവർ കടന്നു പോകാൻ കഴിയത്തില്ല. വന്നു പോയല്ലോ എന്ന് ഓർത്ത് അവർ വ്യാകുലപ്പെടാൻ നമ്മൾ എന്താകരുത്, സംഗതി വരുത്തരുത്. ഓക്കെ, നെക്സ്റ്റ്, നമ്മുടെ അരികിലേക്ക് ഒരു കൗൺസിൽ വരുമ്പോൾ നമ്മൾ ഒരു നല്ല കൗൺസിലറാണ്, അത്യാവശ്യം നല്ല വാക്ചാതുര്യം, നല്ല ദൈവ പരിജ്ഞാനം ഒക്കെ നമുക്കുണ്ട്, ഒക്കെ ശരിയാ. പക്ഷേ എഴുന്നേറ്റ് നിന്ന് കൗൺസിലിയെ സ്വീകരിക്കുകയും അദ്ദേഹത്തോട് ഇരിക്കാൻ പറയുകയും ചെയ്യുക. എഴുന്നേറ്റ് നിങ്ങൾ ഇതൊരു പ്രാക്ടിക്കലായിട്ടൊന്നും ചെയ്ത് കാണിക്കാൻ പറ്റുന്നില്ല, ഇത് പ്രാക്ടിക്കലായിട്ട് ചെയ്ത് കാണിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നോക്കുക, എഴുന്നേറ്റ് നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാന്, ക്ലയന്റിനെ സ്വീകരിക്കാൻ. നമ്മുടെ അരികിലേക്ക് വരുന്ന വ്യക്തിയെ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കുകയും അവരോട് ഇരിക്കാൻ പറയുകയും ചെയ്യുക. അതിനുശേഷമായിട്ട് അവർ ഇരുന്ന ശേഷം മാത്രം കൗൺസിലർ ഇരിക്കുന്നത് ഒരു നല്ല സമീപനമാണ്. ഇത് പറയുമ്പം വേറൊരു കാര്യം കൂടെ പറയാം. നമ്മളിപ്പം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ഒരു ഗസ്റ്റിനെ പോലും നമ്മൾ എഴുന്നേറ്റ് നിന്ന് സ്വീകരിക്കണം. നമ്മള് ഇപ്പം ഇങ്ങനെ വലിയ ഇതായിട്ടൊക്കെ ഇരിക്കുന്ന വ്യക്തിയായിരിക്കും ഒരു പക്ഷെ നമ്മളെക്കാൾ പ്രായമുള്ളതായിക്കോട്ടെ, പ്രായം കുറഞ്ഞതായിക്കോട്ടെ, വിദ്യാഭ്യാസം ഉള്ളതായിക്കോട്ടെ, ഇല്ലാത്തതായിക്കോട്ടെ, പക്ഷെ ആര് വന്നാലും നമ്മൾ എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ച് അവരിരുന്നതിന് ശേഷം നമ്മൾ ഇരിക്കുന്നത് ഒരു നല്ല സംസ്കാരമാണ് എന്നുകൂടെ നമ്മൾ പഠിച്ചിരിക്കണം. ഓക്കെ, അടുത്ത മൂന്നാമത്തെ പോയിന്റ്, സൗകര്യം അനുസരിച്ച് വെള്ളമോ ചായയോ ക്ലയന്റിന് അല്ലെങ്കിൽ കൗൺസിലേക്ക് കൊടുക്കുന്നത് അവർക്ക് ആശ്വാസമായേക്കാം. സൗകര്യം അനുസരിച്ച് നമ്മുടെ അരികിലേക്ക് വരുന്ന ക്ലയന്റിന് അല്ലെങ്കിൽ പ്രശ്നവുമായിട്ട് കടന്നു വരുന്ന വ്യക്തി
ആ സമയം അനുസരിച്ച് വേണം നമ്മൾ ചോദിക്കാൻ. മഴക്കാലമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ടാങ്ക് കലക്കിക്കൊണ്ട് ചെല്ലരുത്. എന്താണ്, ആ ടൈമിൽ നമ്മൾ ചായ തന്നെ കൊടുക്കാൻ ശ്രമിക്കുക. പിന്നെ ചോദിച്ചിട്ട് ചെയ്യുന്നത് ഏറ്റവും ഉചിതമായിരിക്കും. കാരണം ഇപ്പം ഈ കാപ്പി ചായ കൂടിയൊക്കെ കംപ്ലീറ്റ് അവോയ്ഡ് ചെയ്യുന്ന പലരുമുണ്ട്. അതുകൊണ്ട് ചോദിച്ചിട്ട് ആ സമയത്തിന് ഉചിതമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാൻ ഇടയാവുക. അടുത്തതാ, ഈ കടന്നു വന്ന് ഇങ്ങോട്ടിരിക്കുമ്പോഴേ നമ്മള് എന്താ പ്രശ്നം, പറഞ്ഞാട്ടെ, ഇങ്ങനെയൊന്നുമുള്ള ആ ഒരു സംസാരങ്ങൾ ഇതൊക്കെ എന്താണ്, ആജ്ഞാപിക്കുന്ന, എന്താണ്, കൽപ്പന പോലെയുള്ള വാക്കുകളാണ് അല്ലേ. നമ്മളോട് പറഞ്ഞാട്ടെ എന്ന് പറഞ്ഞാൽ നമ്മളങ്ങ് പറയുമോ? കരഞ്ഞ് വേദനയോടെ തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയുടെ അടുക്കലേക്ക് അമ്മ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ പറയോ? ഒരിക്കലും പറയത്തില്ല. ഇല്ലേ, ഇങ്ങോട്ട് ധൃതി പിടിച്ച് വന്ന് ഇവിടങ്ങളില് നമ്മുടെയൊക്കെ തനി ഭാഷ പറഞ്ഞ പിള്ളേരെ കെട്ടിങ്കര ഇട്ടിട്ട് പോയ രീതിക്ക് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യത്തില്ല, കാര്യങ്ങൾ എന്ത് ചെയ്യത്തില്ല, സക്സസ് ആവത്തില്ല. എന്ന് നോക്കിക്കേ, ആരംഭത്തിൽ എഴുതിക്കോ, ആരംഭത്തിൽ സാമാന്യ രീതിയിലുള്ള കുശല പ്രശ്നങ്ങൾ നടത്തുകയും, സാമാന്യ രീതി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സാധാരണയായിട്ട് നമ്മൾ ചോദിക്കാറുണ്ട്. ഇപ്പം ആദ്യമായിട്ടൊരു വ്യക്തി വരികയാണെങ്കിൽ വണ്ടിയൊക്കെ തക്ക സമയത്ത് ലഭിച്ചോ, വരാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നോ, ഒത്തിരി ദൂരം ഉണ്ടോ അവിടുന്ന്, ഇങ്ങനെയൊക്കെ ഉള്ളതായ ചില നോർമലായിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് നമുക്ക് അവരോട് ചോദിക്കാൻ കഴിയും. അതൊക്കെ പ്രായോഗിക തലത്തിൽ നിങ്ങൾ ചിന്തിച്ച് എഴുതാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, സാമാന്യ രീതിയിൽ കുശല പ്രശ്നങ്ങൾ നടത്തുകയും സാഹചര്യങ്ങളെ കുറിച്ച് ചോദിക്കുകയും പറയുന്നത്, സാഹചര്യങ്ങളെ കുറിച്ച് ചോദിക്കുകയും പറയുകയും ചെയ്യുന്നത് കൗൺസിലിയുടെ അല്ലെങ്കിൽ ക്ലയന്റിന്റെ സമ്മർദ്ദം കുറയ്ക്കുന്നതിന് കാരണമാണ്. ഓക്കെ, അടുത്തത്, വ്യക്തിയുടെ പ്രശ്നത്തിലേക്ക് ധൃതിയായി കടന്നു ചെല്ലാതെ, വ്യക്തിയുടെ പ്രശ്നത്തിലേക്ക് ധൃതിയോടെ കടന്നു ചെല്ലാതെ സ്വമനസാലെ പറയാൻ ഒരവസരം കൊടുക്കുക. സ്വമനസാലെ പറയാൻ ഒരവസരം കൊടുക്കുക. ഒരു ക്രിസ്ത്യൻ കൗൺസിൽ എപ്പോഴും ചിന്തിക്കണം, ഞങ്ങളുടെയൊക്കെ നാട്ടിലെ പറയുന്നൊരു വാക്കുണ്ട്, കിള്ളിക്കിഴിഞ്ഞ് ചോദിക്കുക എന്ന് പറഞ്ഞാൽ കുത്തി ചോദിക്കുക, അല്ലെങ്കിൽ എന്താ കിഴിഞ്ഞ് ചോദിക്കുക. ഇങ്ങനെയൊക്കെയാണോ നിങ്ങളുടെ ഭാഷ എന്ന് എനിക്ക് അറിയത്തില്ല, ബാഡ് വേർഡായിട്ട് തോന്നുമെങ്കിൽ ക്ഷമിക്കുക. അങ്ങനെ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു ക്രിസ്ത്യൻ കൗൺസിൽ ചെയ്യാനായിട്ട് പാടില്ല. ചില വ്യക്തികളുണ്ടല്ലോ നമ്മുടെ അടുക്കിലേക്ക് വന്ന് ഈ പ്രശ്നങ്ങളെ ഇങ്ങനെ എന്താ പറയുന്നത്, വല്ലാത്ത നിലയിൽ ഇങ്ങനെ ചെകഞ്ഞ് ചോദിക്കാൻ കൃപയുണ്ട്. അപ്പൊ അതല്ല ഒരു ക്രിസ്ത്യൻ കൗൺസിലർ ചെയ്യേണ്ടത്. എന്താണ് അവിടെ വായിച്ചത്, എങ്ങനെയാണ് നോക്കിക്കേ, വ്യക്തിയുടെ പ്രശ്നത്തിലേക്ക് ധൃതിയോടെ നമ്മൾ ചെല്ലരുത്. ഇങ്ങോട്ട് വന്നിരുന്ന് ഒരു ചായ കൊടുത്താ പറ, നിങ്ങളുടെ പ്രശ്നം എന്താ, പറയാ കേക്കട്ടെ, ഞാൻ അതിനുള്ള ഉപദേശം തരാം എന്ന് പറഞ്ഞല്ല നമ്മൾ എന്ത് ചെയ്ത് ഒരിക്കലും ഇരിക്കുന്നത്. പിന്നെ എന്താണ്, അവർ സ്വമനസാലെ, നമ്മൾ ധൃതി കൂട്ടരുത്. ചിലപ്പോൾ കുറച്ച് ടൈം എടുത്തുന്നിരിക്കും. അവർ വന്നു നമ്മുടെ നമ്മൾ ഇരിക്കുന്ന ആ സ്ഥലമൊക്കെ ഒന്ന് വീക്ഷിച്ച്, എന്റെ ഈ വിഷയം പറയുന്നത് എനിക്കിവിടെ സേഫ് ആണ്, ഇവിടെ മറ്റു റെക്കോർഡിംഗ് സിസ്റ്റം ഒന്നും ഇല്ല, അല്ലെങ്കിൽ പുറത്തുനിന്ന് എന്റെ ശബ്ദം മറ്റാരും കേൾക്കത്തില്ല, ഞാൻ പറയുന്ന വിഷയം ഈ 4 ചുവരുകൾക്കകത്ത് ഈ കൗൺസിലറുടെ അടുത്ത് തന്നെ കിടക്കും എന്നൊക്കെയുള്ള ഉറപ്പൊക്കെ പ്രാപിച്ചിട്ടായിരിക്കും അവരൊരു പക്ഷേ അവരുടെ മനസ്സിൽ തിങ്ങി നിൽക്കുന്ന വിഷമം ഒന്ന് പുറത്തോട്ടിടാൻ ശ്രമിക്കുന്നത്. അപ്പൊ ചില ടൈമുകൾ എടുക്കും. നമ്മൾ ധൃതി പിടിക്കുകയും ചെയ്യരുത്. എന്നിട്ട് നോക്കിക്കേ, അവിടെ കാണാൻ കഴിയുന്ന എന്താണ്, അവർ സ്വമനസാലെ തന്നെ എന്ത് ചെയ്യണം, പറയാൻ അവർക്ക് നമ്മൾ അവസരം കൊടുക്കണം. നമ്മൾ അങ്ങോട്ട് ചോദിച്ച് പറയുന്നതിനേക്കാൾ നല്ലത് അവർ സ്വമനസാലെ അവരുടെ മനസ്സ് തുറക്കുന്നതായിരിക്കും. അത് ചെയ്യും, അത് ഓൾറെഡി അത് ചെയ്യും. പക്ഷെ നമ്മൾ ധൃതി കൂട്ടുകയോ നമ്മുടെ ആ സാഹചര്യങ്ങളൊക്കെ അനുകൂലമാണെങ്കിൽ, ഞാൻ പറഞ്ഞല്ലോ, മറ്റുള്ളവർ കടന്നു വരാത്ത, മറ്റ് ഡിസ്റ്റർബൻസ് വരാത്ത, ശബ്ദ മലിനീകരണം ഇല്ലാത്ത, ശ്രദ്ധ പതറിപ്പോകാത്ത ഒരു സാഹചര്യമാണെങ്കിൽ അവർ നമ്മളോട് വിഷയങ്ങളെ ഷെയർ ചെയ്യുവാനായിട്ട് ഇടയായിത്തീരും. അടുത്തത്, ഹ്രസ്വമായൊരു പ്രാർത്ഥനയോടെ കൗൺസിലിംഗ് കൂടിക്കാഴ്ച ആരംഭിക്കുന്നത് നന്നായിരിക്കും. ഹ്രസ്വമായ പ്രാർത്ഥന പ്രത്യേകം നോട്ട് ചെയ്യണം.
ഹ്രസ്വമായ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ചുരുക്കമായ പ്രാർത്ഥന. ചിലര് ഭക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ടോ? മഹാപരിശുദ്ധനായ ദൈവമേ എന്ന് പറഞ്ഞ് തുടങ്ങും. സത്യം പറഞ്ഞാൽ ആ ഫുഡ് ആറിക്കഴിഞ്ഞാലും നമ്മുടെ വിശപ്പ് കെട്ട് കഴിഞ്ഞാലും അവരുടെ ആമേൻ പറയുന്നത് കേൾക്കാൻ പറ്റത്തില്ല. അപ്പൊ നോക്കിക്കേ, അതുപോലെ ആകരുത്. ഈ കൗൺസിലർ വന്ന് മുഷിയുന്ന ഒരു നിലയിലേക്ക് ഒരു പ്രാർത്ഥന നീണ്ടുപോകുവാൻ ഇടയാകരുത്. യേശു കർത്താവ് ലാസറിന്റെ കല്ലറയിൽ പോയി നീട്ടി വലിച്ചാണോ പ്രാർത്ഥിച്ചേ? അല്ല. അവിടെ എന്താണ്, വളരെ വളരെ എന്താണ്, യഹോവേ നീ എന്റെ പ്രാർത്ഥന കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു എന്ന് പറഞ്ഞ് വളരെ ചുരുക്കത്തിലുള്ളൊരു പ്രാർത്ഥനയാണ് അവിടെയൊക്കെ കർത്താവ് ചെയ്തതായിട്ട് കാണുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ സന്ദർഭത്തിനനുസരിച്ച് എന്താണ് എപ്പോഴും നമ്മുടെ പ്രാർത്ഥന ആയിരിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ നോക്കിക്കേ, ഒരു ഹ്രസ്വമായ ഒരു പ്രാർത്ഥനയോടുകൂടെ തന്റെ കൗൺസിലിംഗ് ആരംഭിക്കുന്നത് നന്നായിരിക്കും. എഴുതിയല്ലോ. അടുത്തത്, പ്രശ്നം കുറേശ്ശെ അല്ലെങ്കിൽ ചെറുതായിട്ട് അവർ പറയുന്നതിനനുസരിച്ച് അതിനെ കൂടുതലായി വിശകലനം ചെയ്യാൻ ഉതകുന്ന ചെറിയ ചെറിയ ചോദ്യങ്ങൾ കൗൺസിലറോട് ചോദിക്കുന്നത് ഉചിതമായിരിക്കും. മനസ്സിലായി കാണുമല്ലോ. കാരണം അവരവരുടെ വിഷയം ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ എന്ത് ചെയ്യാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ഈ വിഷയത്തിന്റെ ആ ഗൗരവം വിട്ടുകളയാതെ അവരോട് എന്ത് ചെയ്യാൻ പറ്റും? ചില ചോദ്യങ്ങൾ ചോദിക്കാൻ നമുക്ക് കഴിയണം. അപ്പം എന്താണ് ആ ചോദ്യത്തിന് ചില മാതൃക, ഒരു വലിയ വിഷയം അവർ പറഞ്ഞു വരുന്നത്. അപ്പോൾ അവര് പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു പോകുമായിരിക്കും. എങ്ങനെയെങ്കിലും പെട്ടെന്ന് ആ വിഷയം ഒന്ന് പറഞ്ഞു തീർക്കാൻ അവർ ധൃതിയോടായിരിക്കും പോകുന്നത്. അപ്പോൾ അവിടെ നമുക്ക് നിർത്തിക്കൊണ്ട് ചോദിക്കാം, ആര് എന്ത് ചെയ്തു, എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്, ഈ സംഭവം എവിടെ വെച്ചായിരുന്നു, അങ്ങനെ ഒരു സംഭവം നടക്കാൻ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാരണങ്ങളുണ്ടോ? അപ്പോൾ ഇവർ ഈ വിഷയങ്ങൾ പറയുമ്പം നമുക്ക് ഇപ്പൊ ഞാൻ എപ്പോഴും ഓർക്കുക, ഏതൊരു പ്രശ്നത്തിനും എന്തുണ്ട്, ഇപ്പൊ ഞാൻ 2 കൈ കൊണ്ട് അടിച്ചെങ്കിൽ മാത്രമേ ഒരു ശബ്ദം എന്ത് ചെയ്യത്തുള്ളൂ, പുറത്തോട്ട് വരത്തുള്ളൂ. നമ്മൾ എപ്പോഴും ചിന്തിക്കണം. കർത്താവിന്റെ ശുശ്രൂഷയിലായിരിക്കും ദൈവദാസന്മാർ പ്രത്യേകിച്ച് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഒരിക്കലും വൺ സൈഡ് കേൾക്കാൻ നിൽക്കരുത്. ഒരു കൗൺസിലർ വരുമ്പോൾ ആ കൗൺസിലർ ഇപ്പം 2 വ്യക്തികളെ കൊണ്ടല്ല, പ്രശ്നങ്ങൾ വലുതായിരിക്കാം, പക്ഷേ അവർ 2 പേരും കൂടെ ആയിരിക്കത്തില്ല ഒരു പക്ഷെ വരുന്നതാ. പക്ഷെ അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള ഇത്യാദി ചോദ്യങ്ങൾ. എന്താണ്, ആരെന്ത് ചെയ്തു, എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്, അങ്ങനെ ഉണ്ടാകാൻ എന്തായിരിക്കും കാരണം, പിന്നെ എന്ത് സംഭവിച്ചു, അതിന്റെ ഫലം എന്തായിരുന്നു എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിക്കപ്പെടുമ്പോൾ എതിർ കക്ഷിയുടെ ഭാഗത്തെ കാര്യങ്ങൾ കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. പക്ഷെ നമ്മൾ ഈ കാലഘട്ടത്തിൽ സഭാ ശുശ്രൂഷകരാണെങ്കിൽ പോലും പലപ്പോഴും എന്താ ചെയ്യുന്നത് അറിയാമോ? വൺ സൈഡ് മാത്രമേ അവർ എന്ത് ചെയ്യുന്നുള്ളൂ, കേൾക്കുന്നുള്ളൂ. ആ വൺ സൈഡിൽ നിന്നുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ അവരിലേക്ക് ചോദിച്ചാൽ അവർക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിയും എവിടെയായിരുന്നു യഥാർത്ഥത്തിലുള്ള പ്രശ്നം നടന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ, ലഘുവായ ചില ചോദ്യങ്ങൾ, ലഘൂകരിക്കപ്പെടുന്ന ചില ചോദ്യങ്ങൾ കൂടെ നമുക്ക് ചോദിക്കാനായിട്ട് കഴിയണം. ഇത്യാദി ചോദ്യങ്ങൾ കൗൺസിലേക്ക് അംഗീകാര യോഗ്യമായ ശൈലിയിലും ഭാവത്തിലും ചോദിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, നല്ലൊരു ഉത്തരം കിട്ടും. അവർക്ക് നല്ലൊരു പരിഹാരം കൊടുക്കാൻ, ആ പ്രശ്നത്തിനൊരു പരിഹാരത്തിലേക്ക് അവരെ കൊണ്ടുപോകാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. ഈ ചോദ്യങ്ങളൊക്കെ എങ്ങനെ ചോദിക്കണമെന്നാ പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണ്ടേ. ഒരു പ്രത്യേക ശൈലിയിൽ, ആ ട്യൂണ്. അതാണ് ഞാൻ ചോദിക്കട്ടെ, ഈ ട്യൂണെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് എനിക്ക് അറിയത്തില്ല. വീട്ടിലേക്ക് നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പം നമ്മുടെ ജീവിത പങ്കാളി നമ്മള് അവിടെ ഇരിക്കുമ്പം നല്ല തിരക്കൊക്കെ കഴിഞ്ഞ് യാത്രയൊക്കെ കഴിഞ്ഞ് ഒരു പക്ഷെ ക്ഷീണിച്ച് വന്നതാ. അപ്പൊ നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്നിട്ട് ഇന്ന കുടിക്ക് എന്നും പറഞ്ഞ് വെക്കുന്ന ട്യൂണും, അച്ഛാ യാത്ര സുഖമായിരുന്നു, ഈ ചായ കുടിക്ക എന്ന് പറയുന്ന ആ ട്യൂണും, ഇപ്പൊ ഞാൻ ഈ 2 കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ലൈവ് ക്ലാസ് ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മള് ഇപ്പൊ എന്താ പറയാ ഓഫ്ലൈൻ ക്ലാസ് ആണ്, നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പൊ നോക്ക്, ഇത് 2ഉം തമ്മിൽ എന്തുണ്ട്, ഒരു വ്യത്യാസമുണ്ട്. ഇന്നാ കുടിക്ക് എന്ന് പറയുന്നതിനകത്ത് ഇന്ന അച്ചായ കുടിക്ക് എന്ന് പറയുന്ന ട്യൂണും തമ്മിൽ എന്തുണ്ട്, വ്യത്യാസമുണ്ട്. ഈ ട്യൂണാണ് പലപ്പോഴും പല പ്രശ്നത്തിനും. ആദ്യം പറഞ്ഞ ഭാഷ എത്ര ചൂടോടെ കയറി വന്ന അച്ചായനാണെങ്കിലും വീണ്ടും എന്ത് ചെയ്യും, ചൂട് പിടിക്കും. രണ്ടാമത് പറഞ്ഞ ട്യൂണ് എത്ര ചൂടോടെ കയറി വന്ന അച്ചാനെ തണുപ്പിക്കാൻ തക്കവണ്ണം അത് കാരണമാകും.
ഇപ്പോൾ ഓർക്കുക, നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, അവരൊരു പ്രശ്നം നമ്മളോട് പറയുമ്പോൾ ആ പ്രശ്നത്തെ വിശാലമാക്കാൻ തക്കവണ്ണം, അല്ലെങ്കിൽ ആ വിശാലമായ അതിന്റെ ഗൗരവത്തിലേക്ക് പോകാൻ തക്കവണ്ണം ആ ട്യൂണ് നമ്മൾ ചോദിക്കുക, ആരാണ്, എന്ത് ചെയ്തു, അല്ലെങ്കിൽ എന്തായിരുന്നു ആ വിഷയം എന്നൊക്കെ വളരെ സാമാന്യമായ ആ നിലയിൽ ചോദിക്കുകയാണെങ്കിൽ എന്താണ്, ശരിയായ നിലയിൽ നമുക്കൊരു പരിഹാരം അവർക്ക് കൊടുത്തയക്കുവാനായിട്ട് കഴിയും. ഈ കൗൺസിലിംഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തുടർച്ചയായിട്ട് ഹൃദയത്തിലൊരു പ്രാർത്ഥന കൗൺസിലർക്ക് ഉണ്ടായിരിക്കണം. പിന്നെ കൗൺസിലിംഗ് നമ്മൾ ശ്രദ്ധിക്കുന്നു, അവർ പറയുന്നത് നമ്മൾ കേൾക്കുന്നു എന്ന ഒരു നിലയിൽ അവർക്കൊരു ചിന്ത ഉണ്ടായിരിക്കണം. നമ്മൾ അവര് പറയുമ്പം മനമിങ്ങും മിഴി ഇങ്ങും മനമങ്ങും എന്ന് പറയുന്ന ഒരു ഇതിലാകരുത്. ഇപ്പൊ പാസ്റ്റർ നല്ല രീതിയിൽ ദൈവവചനം സംസാരിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എവിടെയൊക്കെ വേണേലും ഇല്ലേ, ഫ്ലൈറ്റ് ഇല്ലാതെ, ബസ് ഇല്ലാതെ, കാർ ഇല്ലാതെ, സ്കൂട്ടർ ഇല്ലാതെ നമുക്ക് ഏതെല്ലാം ലോകത്ത് വേണേലും എന്ത് ചെയ്യാൻ പറ്റും, സഞ്ചരിക്കാൻ പറ്റും. നമ്മുടെ അടുക്കിലേക്ക് ഒരു പ്രശ്നവുമായിട്ട് കടന്നു വരുമ്പോൾ ആ വ്യക്തി, നമ്മൾ അവരെ ശ്രദ്ധിക്കുന്നുണ്ട്, ആ വ്യക്തിയുടെ വിഷയം നമ്മൾ ശ്രദ്ധാപൂർവം കേൾക്കുന്നുണ്ട് എന്നൊരു ചിന്ത വന്നെങ്കിൽ മാത്രമേ ആ കൗൺസിലിംഗ് വിജയിക്കുകയുള്ളൂ. അതുപോലെ നമ്മുടെ മുമ്പിലേക്ക് വരുന്ന ക്ലയന്റിന് അവരുടെ കാര്യങ്ങളെ കൂടുതൽ പറയാനുള്ള അവസരം നമ്മൾ കൊടുക്കണം. ഈ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അടുത്തത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, നമുക്ക് സമയമുണ്ട്, നമ്മൾ അവരെ കേൾക്കുന്നുണ്ട് എന്നൊരു ചിന്ത അവരിലേക്ക് വരാനിടയായിത്തീരണം. ഇനിയും ഇത്രയും കാര്യങ്ങൾ കൊണ്ട് ഞാൻ ഈ കൗൺസിലിംഗ്, അതായത് ഈ കോഴ്സ് നമ്മളിപ്പോ പറഞ്ഞ രോഗികളെ കൗൺസിലിംഗ് ചെയ്യുന്ന വിധം, സാമ്പത്തിക പ്രതിസന്ധിയുള്ളവരെ കൗൺസിലിംഗ് ചെയ്യുന്ന വിധം, ഇപ്പൊ ബൈബിൾ പ്രകാരം യേശു കർത്താവ് കാണിച്ച ചില മാതൃകകളൊക്കെ നമ്മൾ പഠിച്ചു. ഇനിയും വളരെ കുറച്ച് സമയങ്ങളെ നമുക്കുള്ളൂ. അതിനകത്ത് നമുക്ക് ഇടയൻ എന്ന ഒരു പദം കൂടെ നമുക്കൊന്ന് വിശകലനം ചെയ്ത് മുമ്പോട്ട് പോകാം. ഇച്ചിരി സ്പീഡിൽ പോവാണ്, ചില മിനിറ്റ് കൂടെ ഞാൻ മുന്നോട്ട് പോകാൻ സാധ്യതയുണ്ട്, എന്നോട് ക്ഷമിക്കുക. കാരണം ഒരു ക്ലാസ് നമുക്ക് മിസ്സായി പോയല്ലോ. ധൃതി ഉണ്ടെങ്കിൽ എന്നോട് പറയുക, എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ കൈ ഉയർത്തി കാണിക്കുക. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇടയൻ ആരാണ് ഇടയൻ? പാസ്റ്റർ എന്ന പദത്തിനാണ് ഇടയൻ. ഇതിന്റെ ആരംഭ സമയത്ത് നമ്മൾ അതുമായിട്ട് കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞിരുന്നു. ഇടയൻ ആരാണ് എന്നുള്ള വിഷയത്തെ പറ്റി കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞിരുന്നു. ഇന്ന് നമുക്ക് നോക്കാം. ബൈബിളിനകത്ത് നമ്മൾ ആദ്യ ഇടയൻ എന്ന് പറഞ്ഞ ആരെയാണ്? ആദ്യ ഇടയൻ ആരാണ്? ആദ്യത്തെ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആദ്യ ഇടയൻ ആരാ? ഹാബേലാണ് ആദ്യത്തെ ഇടയൻ. ഇത് നിങ്ങൾ എഴുതണം എന്നില്ല, എന്തെങ്കിലും പെട്ടെന്ന് ലെറ്റർ നോട്ടായിട്ട് എഴുതി പോകുന്നെങ്കിൽ എഴുതി പോകാം, റെഫറൻസ് കുറിക്കണമെങ്കിൽ കുറിക്കാം. ജസ്റ്റ് ഒന്ന് ഓർമ്മയിൽ ഇരിക്കേണ്ട ചില കാര്യങ്ങൾ മാത്രമാണ്, ജസ്റ്റ് ഒന്ന് ഓടിച്ചു വിടുന്നത് മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യത്തെ ഇടയൻ ആരാണെന്നറിയാമോ? ഹാബേലാണ് ആദ്യത്തെ ഇടയൻ. ഉൽപ്പത്തി പുസ്തകത്തില് നമ്മളോട് ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. ഹാബേൽ ആട്ടിടയനും കയീൻ കൃഷിക്കാരനുമായി തീർന്നു. കുറെ കാലം കഴിഞ്ഞിട്ട്, ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യമാണ് ഞാൻ വായിപ്പിക്കുന്നത്. ഞാൻ തന്നെ വായിച്ചു പറയാം. ഹാബേൽ ആട്ടിടയനും കയീൻ കൃഷിക്കാരനുമായി തീർന്നു. കുറെ കാലം കഴിഞ്ഞിട്ട് കയീൻ നിലത്തെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്കൊരു വഴിപാട് കൊണ്ടുവന്നു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കടിഞ്ഞൂലുകളിൽ നിന്ന് അവയുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും എന്ത് ചെയ്തെന്നറിയാമോ? പ്രസാദിച്ചു. അപ്പോൾ ആദാമിനെയും ഹൗവയെയും പാപം ചെയ്തതിനു ശേഷം എവിടെയാക്കി? തോട്ടത്തിന് വെളിയിലാക്കി, തോട്ടത്തിന് പുറത്താക്കി. കുറെ കാലം കഴിഞ്ഞിട്ട് അവർക്ക് 2 പുത്രന്മാരുണ്ടായി. അവരുടെ പേരാണ് നമ്മൾ വായിച്ചത്. എന്ത്? കയീനും ഹാബേലും. കയീൻ കൃഷി ചെയ്ത് വിളവെടുത്തു. ഹാബേൽ എന്ത് ചെയ്തു? തന്റെ കോലാടുകളുടെയും ചെമ്മരിയാടുകളുടെയും മേൽ നോട്ടം വഹിച്ചു. ഈ വിഷയത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ പ്രളയത്തിന് ശേഷം മാത്രമാണ് ദൈവം എന്ത് പറഞ്ഞത്? അവരോട് മാംസം കഴിച്ചു കൊള്ളുവാൻ പറയുന്നത് എവിടെ വെച്ചാണ്? പ്രളയത്തിന് ശേഷമാണ്. അതിനു മുമ്പ് മാംസം ഭക്ഷിക്കുന്ന ഒരു പ്രതി നമുക്ക് ബൈബിളിനകത്ത് കാണാൻ കഴിയുന്നില്ല. പ്രളയത്തിന് ശേഷം ദൈവം അവരോട് എന്ത് പറയുന്നുണ്ട്? മാംസം ഭക്ഷിച്ചു കൊള്ളാൻ പറയുന്നു. അതിനാൽ ഹാബേൽ തന്റെ ആടുകളെ കൊണ്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഏറ്റവും നല്ലതും മേധസ്സുള്ളതുമായതിനെ ആർക്ക് യാഗം കഴിച്ചു? ദൈവത്തിന് യാഗം കഴിച്ചു.
അപ്പോൾ നോക്കിക്കേ, ഈ ഇടയ ശുശ്രൂഷ അല്ലെങ്കിൽ ഇടയ പരിപാലനം എന്ന് പറയുന്ന ഈ വിഷയത്തിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉദാഹരണമാണ് ഹാബേലിന്റെ ജീവിതം നമുക്ക് പഠിക്കാൻ കഴിയുന്നത്. ഈ ഹാബേല് ഏറ്റവും മേത്തരമായതിനെയാണ് ഇവിടെ കൊണ്ടുവന്നത്, ദൈവത്തിന്റെ സന്നിധി കൊണ്ടുവന്നത്. കയ്യീൻ എന്താണ്, തന്റെ കൃഷിയിൽ നിന്ന് ഒരു ഭാഗത്തെ, തന്റെ കൃഷി വിളവെടുത്ത് അതിൽ നിന്ന് ഒരു ഭാഗത്തെ എവിടേക്ക് കൊണ്ടുവന്നു, ദൈവസ്ഥനിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ഹാബേലിനെ പറ്റി നമ്മൾ വായിക്കപ്പെടുന്നത് എന്താണ്, കുറച്ചുകൂടെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. ഏറ്റവും നല്ലത്, ഏറ്റവും മേധസ്സുള്ളത് അവൻ എന്ത് ചെയ്യുന്നു, ദൈവത്തിന് യാഗമായിട്ട് കഴിക്കുവാൻ ഇടയായിട്ടുണ്ട്. അപ്പോൾ ഇടയ ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ഏറ്റവും മനോഹരമായിരിക്കുന്ന ഒരു ഉദാഹരണം നമുക്ക് ഈ ആദ്യത്തെ ഇടയനായിരിക്കുന്ന അല്ലെങ്കിൽ ആദ്യ ഇടയൻ എന്ന് കാണുന്ന ഹാബേലിൽ നിന്ന് പഠിക്കുവാനുണ്ട്. വേദപുസ്തകത്തെ സൂചിപ്പിച്ചിട്ടുള്ള ആദ്യ ഇടയൻ തന്റെ ആടുകളെ പരിരക്ഷിക്കുവാനുള്ള ഹൃദയമുണ്ടായിരുന്നതിനാൽ അവയെ ഒരു പ്രത്യേക യാഗമായി സമർപ്പിക്കുവാൻ അവന് കഴിഞ്ഞു. നോക്കിക്കേ, അപ്പോൾ താൻ അധികം പരിപാലിച്ചു വന്ന ആ ആടുകളെ ആർക്കു വേണ്ടി സമർപ്പിക്കുകയാണ്? താൻ അധികം പരിപാലിച്ചു വന്ന, അത് നമ്മുടെ ആദ്യം മാതാപിതാക്കളായിരിക്കുന്ന ആദാമിനും ഹവ്വയ്ക്കും ദൈവം കൊടുത്ത തലമുറകളായിരിക്കുന്ന കയ്യീനും ഹാബേലും. അപ്പോൾ കയ്യീൻ കൊടുത്തതിനേക്കാൾ ശ്രേഷ്ഠകരമായ ഒരു അനുഭവമാണ് ഹാബേലിൽ കാണുവാൻ കഴിയുന്നത്. അപ്പോൾ അത്ര ശ്രേഷ്ഠമായ ഒരു അനുഭവത്തിൽ കൊണ്ടുവന്ന തന്റെ തന്റെ മൃഗത്തെ ആർക്ക് ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ അത് ഉളുക്കുള്ളതിനെ ചതഞ്ഞതിനെ ഒന്നുമല്ല, ഏറ്റവും ശ്രേഷ്ഠമായതിനെ ദൈവത്തിന് യാഗം അർപ്പിക്കുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഏറ്റവും ആദ്യത്തെ ഇടയൻ എന്ന് പറയുന്ന ഹാബേലിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അത് ആരോഗ്യമുള്ളതിന്, ഏറ്റവും ശ്രേഷ്ഠമായുള്ളതിനെ ആർക്ക് കൊടുത്തു? ദൈവത്തിന് കൊടുക്കുവാൻ കഴിഞ്ഞു. മലാക്കിയുടെ പുസ്തകം നമ്മൾ കഴിഞ്ഞ ദിവസം ഇതൊക്കെ ചിന്തിച്ചതാണ്, നമ്മൾ പഠിച്ചു വന്ന ഭാഗത്ത് ഈ ഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എങ്കിലും ചില കാര്യങ്ങൾ കൂടെ നമുക്ക് നോക്കാം. മലാക്കിയുടെ പുസ്തകം 1-ാം അധ്യായം 18-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, ഈ ഹാബേല് ചെയ്തതിലും വ്യത്യസ്തമായ ഒരു അനുഭവമാണ് ആരുടെ കാലത്ത് നടക്കുന്നത്? മലാക്കിയുടെ കാലത്ത് നടക്കുന്നത്. അത് ആദ്യത്തെ ഇടയനായിരിക്കുന്ന ഹാബേലിനെ പറ്റി പഠിക്കുമ്പോൾ നന്നായി ശുശ്രൂഷിച്ച് നല്ല തടിച്ച് ശക്തിയും ആരോഗ്യവും ഒക്കെ ഉള്ള, ഊനമില്ലാത്ത വ്രണമില്ലാത്ത ഉത്തമമായ ആടുകളെയാണ് ദൈവത്തിന് വേണ്ടി നൽകുന്നത്. ദൈവത്തിന്റെ പ്രസാദകരം, ദൈവത്തിന്റെ മാനത്തിനും മഹത്വത്തിനും അത് മുഖാന്തരമായി തീർന്നു. എന്നാ നോക്കിക്കേ, അതിന് വിപരീത ദിശയിലാണ് മലാക്കി പ്രവാചകൻ എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ് കാണുവാൻ കഴിയുന്നത്? മലാക്കിയുടെ കാലം നടക്കുക എന്താണ്? പുരോഹിതന്മാർ ദൈവത്തിന് അനിഷ്ടം തോന്നത്തക്ക നിലയിൽ ഒരു ഭാഗത്തെ ഇടയൻ, അതായത് ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്ന ഹാബേൽ എന്ന ഇടയൻ ദൈവത്തിന് പ്രസാദകരമായ, ദൈവത്തിന് മഹത്വകരമായ നിലയിൽ ഒരു യാഗം കഴിക്കുമ്പോൾ മലാക്കി പ്രവാചകൻ എഴുതി വെച്ചിരിക്കുകയാണ്, ദൈവത്തിന് അനിഷ്ടം തോന്നത്തക്ക നിലയിൽ. എന്താ കാണുന്നത്? അനിഷ്ടം തോന്നത്തക്ക നിലയിൽ ചതമുള്ളത് മുടന്തുള്ളതുമായ ആടുകളെ എന്ത് ചെയ്യുന്നു? യാഗം കഴിച്ചതായി നാം വായിക്കുന്നു. അപ്പോൾ ആദ്യത്തെ ഇടയനായിരിക്കുന്ന ഹാബേൽ കാണിച്ചൊരു മാതൃക നമുക്ക് ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരു വസ്തുതയാണ്. നമ്മൾ ഒരു സഭാപരിപാലനത്തിൽ ഇരിക്കുമ്പോൾ ഈ ഒരു ഭാഗം നമ്മളെ വളരെയധികം പ്രചോദനം നൽകുന്ന ഒരു വിഷയമാണ്. നോക്കിക്കേ, കരുതുന്ന, സ്വാർത്ഥതയില്ലാത്ത, ഒരു സമർപ്പണമുള്ള അതിമനോഹരമായ ഒരു ജീവിത ശൈലിക്ക് ഉദാഹരണമാണ് ആ ഇടയൻ. അതായത് ആര്? ഹാബേൽ എന്ന ഇടയൻ. ദൈവത്തിന്റെ ഹൃദയത്തിൽ ഒരു പ്രത്യേക സ്ഥാനം ആർക്ക് ലഭിച്ചു? ഹാബേലിന് ലഭിക്കുവാൻ ഇടയായിട്ടുണ്ട്. അപ്പൊ നോക്കിക്കേ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഒരു തികഞ്ഞ ഇടയന് മാതൃകയാണ്. യേശു കർത്താവിനെ പറ്റി വായിക്കുന്നത് ഏറ്റവും നല്ല ഇടയനായിട്ട് നമുക്ക് യേശു കർത്താവിനെ കാണുവാൻ കഴിയുന്നത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നുണ്ട്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്ത ഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. അപ്പോൾ താൻ എന്താണ് ചെയ്തത്? പിതാവായ ദൈവം തന്റെ പുത്രനായവനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. അതുപോലെ നോക്കിക്കേ, ഹാബേൽ എന്ത് ചെയ്തു? താൻ സംരക്ഷിച്ചു കൊണ്ടുവന്ന ഏറ്റവും ശ്രേഷ്ഠമായ, തടിച്ചു കൊഴുത്ത, അല്ലെങ്കിൽ മേധസ്സുള്ള, അല്ലെങ്കിൽ വളരെ വളരെ നല്ല നിലയിൽ പരിപാലിച്ചു കൊണ്ടുവന്നതിനെ ആർക്ക് വേണ്ടി യാഗം കഴിച്ചു? ദൈവത്തിന് വേണ്ടി യാഗം കഴിച്ചു. എന്ന് നോക്കിയാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശു കർത്താവ് നമുക്ക് നല്ലൊരു ഇടയനാണ്. എന്തുകൊണ്ടാണ്? പിതാവായ ദൈവം തന്റെ പുത്രനായ യേശു കർത്താവിനെ എന്ത് ചെയ്തു? മാനവകുലത്തിന്റെ പാപത്തിന് വേണ്ടി എന്ത് ചെയ്തു? യാഗമാക്കുവാൻ ഇടയായി തീർന്നു. അവിടെ യേശു കർത്താവ് ഒരു വലിയ മാതൃകാ പുരുഷനായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പം അടുത്ത ഒന്നാമത്തെ ഇടയൻ ആരാണ്?
ഹാബേലാണ്. ഹാബേൽ എന്ന ഇടയനെ പറ്റി ഓർക്കുമ്പോൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യം ദൈവത്തിന് യാഗം കൊടുത്തതിന്റെ ശ്രേഷ്ഠത. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് ദിശയിലാണ് മലാക്കി പ്രവാചകൻ 1:18 എഴുതി വെച്ചിരിക്കുന്നത്. ദൈവത്തിന് അനിഷ്ടം തോന്നുമാറ് ചതവുള്ളതിനെയും മുടന്തുള്ളതിനെയും ദൈവത്തിന് യാഗം കഴിച്ചിരുന്നു. അടുത്തത് എഴുതിക്കോ. ഇതിന്റെ ഇടയ്ക്ക് ഞാൻ 23-ാം സങ്കീർത്തനത്തെ പറ്റി നിങ്ങളോട് പറഞ്ഞായിരുന്നില്ലേ? പറഞ്ഞല്ലോ, അത് ചില പോയിന്റുകൾ നമ്മൾ പഠിച്ചതല്ലേ, അത് നീ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ. പഠിച്ചല്ലേ? ആരെങ്കിലും ഒന്ന് പറയണേ. ആ ക്ലാസ്സിൽ എല്ലാവരും ആബ്സെന്റ് ആയിരുന്നല്ലേ? 23-ാം പഠിച്ചില്ലേ അത്? ഓക്കെ, എങ്കിൽ അതുകൂടെ ഒന്ന് ഓർത്തോ. 23-ാം സങ്കീർത്തനം കർത്താവായ യേശുക്രിസ്തു നല്ല ഒരു ഇടയനായിട്ട് നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നുണ്ട്. 23-ാം സങ്കീർത്തനത്തിൽ ഒന്നാമത്തെ കാര്യം, നമ്മൾ ഇടയനായിരിക്കുമ്പോൾ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു പ്രധാന പോയിന്റ്സ് ഓരോന്നായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു. ഓടിച്ചെന്ന് പോകാം. സങ്കീർത്തനം 23 വേണമെങ്കിൽ എടുത്ത് ബൈബിൾ അടുത്തുള്ളവര് ഒന്ന് എടുത്തു വെക്കുക. ഒന്നാമത്തെ വാക്യം എന്താ? യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്ക് എന്തില്ല? മുട്ട് ഉണ്ടാകയില്ല. അപ്പോൾ നോക്കുക, നമ്മുടെ പരിപാലനത്തിന്റെ കീഴിൽ വരുന്ന ആടുകൾക്ക് ഈ വിധത്തിൽ പരിപാലിക്കപ്പെടുന്നുണ്ടോ? യഹോവ നമ്മുടെ ഇടയനായിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് വരുന്നില്ല? മുട്ട് വരുന്നില്ല. നമ്മളെ ഒരു സഭാ പരിപാലനം ഏൽപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ആടുകൾ ഏതു വിധത്തിൽ പരിപാലിക്കപ്പെടുന്നു? അവർക്ക് വേണ്ട ദൈവവചനം അവർക്ക് കൊടുക്കുവാനായിട്ട് കഴിയുന്നുണ്ടോ? തുടർന്നുള്ള വാക്യങ്ങൾ നോക്കാം. പച്ചയായ പുൽപ്പറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു. നോക്കിക്കേ, പച്ചയായ പുൽപ്പറങ്ങളിൽ നോക്കിക്കേ, അവർക്ക് മേയുവാനുള്ള പുൽപ്പുറങ്ങൾ എന്ത് ചെയ്യാണ്? പച്ചയായ പുൽപ്പറങ്ങളിൽ ആടുകളെ കിടത്തുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ അവർക്ക് മേയുവാനുള്ള പുൽപ്പറങ്ങൾ അവർക്ക് എന്ത് ചെയ്യാ? കാണിച്ചു കൊടുക്കുന്നു. ആ പുൽപ്പറങ്ങളിലേക്ക് അവരെ നയിക്കപ്പെടുന്നു. ഈ ഒരു അനുഭവം നമുക്ക് കൊടുക്കുവാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ പരിപാലനത്തിന് കീഴിലായിരിക്കുന്ന ആടുകൾക്ക്, നമ്മുടെ ദൈവജനത്തിന്, അതായത് ദൈവവചനം കൊടുത്ത് അല്ലെങ്കിൽ അവരെ ആ പച്ചപ്പുൽ മേടുകളിലേക്ക് നടത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഒരു നല്ല ഇടയന്റെ പ്രത്യേകത വിശുദ്ധ വേദപുസ്തകം 23-ാം അധ്യായത്തിനകത്ത് കാണുന്ന ചില കാര്യങ്ങളാണ്. അടുത്തതായിട്ട് കാണുവാൻ കഴിയുന്നു, അവൻ എന്നെ സ്വസ്ഥതയുള്ള വെള്ളത്തിനരികത്തേക്ക് നടത്തുന്നു എന്ന് പറഞ്ഞാല് സ്വസ്ഥതയുള്ള വെള്ളം, കലങ്ങി മറിയുന്ന സാഹചര്യങ്ങളും ജീവിത പ്രശ്നങ്ങളും ഒക്കെയുണ്ട്. എന്നാൽ വിശുദ്ധ വചനം അവരിലേക്ക് കൊടുക്കുമ്പോൾ എന്താണ്? സ്വസ്ഥതയുള്ള ഒരു അനുഭവത്തിലേക്ക് അവരെ നമുക്ക് എന്ത് ചെയ്യാണ്? പരിപാലിക്കപ്പെടുവാൻ കഴിയുന്നുണ്ടോ? അടുത്തത്, എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളും മുറിവുകളും എന്താണ് നമുക്ക് എവിടെ ചൂട് പിടിക്കുന്ന ഒരു അനുഭവമാണ് കാണാൻ കഴിയുന്നത്, അല്ലേ? ജീവിതത്തിന്റെ എല്ലാ മേഖലയ്ക്കകത്ത് എപ്പോഴും ഹീറ്റ് ആകുന്ന എന്നെ ചൂടാക്കല്ലേ, സംസാരിക്കുമ്പോൾ എന്നെ ചൂടാക്കല്ലേ എന്ന് പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? പലപ്പോഴും പല സാഹചര്യങ്ങളും എന്താണ്? ചൂടാക്കിക്കൊണ്ടിരിക്കുക. മക്കൾ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വരാം, ഭാര്യ സംസാരിക്കും, മാതാപിതാക്കൾ സംസാരിക്കുന്ന ദേഷ്യം വരാം. അപ്പൊ അവിടെ ഒന്നും പലപ്പോഴും എന്നും എന്ത് ചെയ്യുന്നില്ല, ആർക്കും തണുപ്പിക്കാനുള്ളൊരു സാഹചര്യം ഇന്ന് ഇല്ല. നമ്മുടെ വാക്കുകള്, നമ്മുടെ ചലനങ്ങളെല്ലാം ചൂട് പിടിപ്പിക്കുന്ന. എന്നാൽ ഇവിടെ കാണുന്ന എന്റെ പ്രാണനെ അവൻ തണുപ്പിക്കും. നല്ല ഇടയനായ യേശുക്രിസ്തു എന്താ ചെയ്യുന്നത്? നമ്മുടെ പ്രാണനെ തണുപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഓർക്ക് ഒരു ഇടയൻ ശുശ്രൂഷ എന്ന ആ ഒരു അവസരം നമുക്ക് ലഭിക്കപ്പെടുമ്പോൾ മറ്റുള്ളവരിലേക്ക് തണുപ്പായി ഇറങ്ങിച്ചെല്ലാൻ വലിപ്പ ചെറുപ്പ വ്യത്യാസമില്ലാതെ ചില മേഖലകളിൽ തണുപ്പായി നമുക്ക് മാറാൻ കഴിയുന്നുണ്ടോ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അടുത്തത് കാണുവാൻ കഴിയുന്നു, തിരുനാമ നിമിത്തം എന്നെ നീതിപാതകളിൽ നടത്തുന്നു എന്ന് വെച്ചാൽ ആടുകളെ കുറ്റമില്ലാത്തവരും മുഖപക്ഷമില്ലാത്തവരുമായി മുമ്പോട്ട് നടത്താൻ കഴിയുന്നുണ്ടോ? നീതിയോടെ കാര്യം ചെയ്യാൻ കഴിയുന്നുണ്ടോ? ഇത് പറഞ്ഞാല് ചിലയിടത്ത് വലിപ്പമോ ചെറുപ്പമോ എന്ന ഒരു വേർതിരിവോടെ അല്ലെങ്കിൽ എന്താണ് ഉച്ചനീചത്വ വ്യത്യാസങ്ങൾ വരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ പണമിടപാടുകൾ അല്ലെങ്കിൽ സമ്പന്നൻ ദരിദ്രൻ എന്ന ആ ഒരു നിലപാടിലേക്ക് നമ്മുടെ ചിന്തകൾ പോകുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് നടത്തപ്പെടുന്നില്ല? നീതി നടത്തപ്പെടുന്നില്ല. നീതിപാതകളിൽ നടത്തപ്പെടുന്ന ഒരു അനുഭവം നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മൾ നോക്കുക. അടുത്ത വാചകം ഇങ്ങനെയാ കാണുന്നത്, കൂടുതൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥം ഭയപ്പെടുകയില്ല. അടുത്തത് പറയുന്നു, നീ എന്നോടുകൂടെ ഇരിക്കുന്നല്ലോ, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എന്ന് പറഞ്ഞാൽ ആടുകളെ ആപത്തിന്റെ മുഖത്തു നിന്ന് രക്ഷിക്കാൻ, അപകടകരമായ സാഹചര്യങ്ങളെ നേരിടാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇപ്പൊ നമ്മുടെ യാത്രകളിലൊക്കെ നമ്മൾ എപ്പോഴും ഓർക്കുക, ഒരു ദൈവ പൈതൽ സഞ്ചരിക്കപ്പെടുന്ന പാതകളിൽ എന്തുണ്ട്? പതിയിരിപ്പുകളുണ്ട്, അപകടകരമായ അനുഭവങ്ങളുണ്ട്. എന്നാൽ അതിനെ തരണം ചെയ്യത്തക്ക നിലയിൽ അവർക്ക് ബുദ്ധി ഉപദേശം കൊടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? വഴിയിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, വഴിയിൽ നിന്റെ യാത്രയിൽ ഇങ്ങനെ ഒരു തടസ്സമുണ്ട്,
എന്ന് അവർക്ക് വചനത്തിൽ കൂടെ ഒരു അറിവ് പകർന്നു കൊടുത്ത് അവരെ ആ കൂരിൽ താഴ്വരയിൽ കൂടെ നടന്നാലും ഒരു അനർത്ഥവും നീ ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ് അവരെ നടത്താൻ നമുക്ക് കഴിയുന്നുണ്ടോ? അടുത്തതായിട്ട് എന്റെ ശത്രുക്കൾ കാണുകെ നീ എനിക്ക് വിരുന്നൊരുക്കുന്നു എന്ന് പറഞ്ഞാല് നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ആടുകൾക്ക് ഒരു ആത്മീക സദ്യ കൊടുക്കാൻ നമുക്ക് കഴിയണം. എങ്ങനെയാ കൊടുക്കാൻ കഴിയുന്നത്? ഒത്തിരി പ്രതിസന്ധികളുടെ ഒക്കെ നടുവിലായിരിക്കെ ശത്രുദേശത്ത് വെറുക്കപ്പെട്ട നിലയിൽ, നിന്ദിക്കപ്പെട്ടിരിക്കുന്ന നിലയിലായിരിക്കുന്നവർക്ക് എന്ത് ചെയ്യണം? ഒരു ആത്മീക സദ്യയിലേക്ക് അവരെ നയിക്കാനിടയായി തീരണം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, എന്താ ശത്രുക്ക് മുമ്പാകെ മേശ ഒരുക്കുന്ന ഒരു ദൈവം ഉണ്ടെന്ന് പറയും. അപ്പോൾ എന്ത് ശത്രു ഉണ്ടെങ്കിൽ എന്തുണ്ട്? ഒരു മേശ നമുക്ക് വേണ്ടി ഒരുക്കുന്ന ഒരു ദൈവമുണ്ട്. അടുത്തതായിട്ട് എന്റെ തലയെ എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യാൻ, ഞാൻ വേഗത്തിൽ ഓടിച്ചു പോകുന്ന ഇന്നത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയാണ്. ഒന്ന് നോക്കി, എന്റെ തലയെ എന്താണ്? എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. അപ്പോൾ ചില സന്ദർഭങ്ങളിൽ ആടുകൾക്ക് ഈ മുറിവുകൾ ഉണ്ടാകാം. താൻ മേച്ചിൽപ്പുറങ്ങളിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവരുന്ന കൂട്ടമായിട്ട് ഓടിച്ചു കൊണ്ടുവരുന്ന മേഖലകളിലൊക്കെ ഇവർക്ക് മുറിവുകളോ മറ്റു രോഗങ്ങളോ ഒക്കെ ഉണ്ടാകാം. എന്നാൽ ഈ സമയത്ത് ചില മരുന്നുകൾ പ്രയോഗിക്കേണ്ടതായി വരും. അത് നോക്കിക്കേ, നമ്മുടെ ജീവിത യാത്രയിലും നമ്മൾ പരിപാലിക്കപ്പെടുന്ന സഭാപരിപാലനത്തിലാകുമ്പോൾ പല മുറിവുകളും പലരിലേക്ക് ഉണ്ടാകാം. സംസാരത്തിൽ മുറിവുകൾ ഉണ്ടാകാം, ചില പ്രവർത്തികളുടെ മുറിവുകൾ ഉണ്ടാകാം. എന്നാൽ അവിടെ നമുക്ക് എണ്ണ വെച്ച് കെട്ടുവാൻ ദൈവവചനമാകുന്ന അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാകുന്ന എണ്ണ അവർക്ക് പകർന്നു കൊടുത്ത് അവർക്ക് ആശ്വാസം കൊടുക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കേണ്ടത്. അടുത്തതായിട്ട് കാണുന്നു, എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. എന്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. അടുത്തത് കാണും, നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. നോക്കിക്കേ, അതായത് നല്ല ഇടയനായ യേശു കർത്താവിനെ പിന്നാലെ പോകുന്ന ഒരുവൻ എന്ത് വരത്തില്ല? നന്മയും കരുണയും അവരെ പിന്തുടരുവാൻ ഇടയായിട്ടില്ല. അപ്പോൾ ഇടയ പരിപാലനത്തിലേക്ക് ഇറങ്ങി തിരിച്ചിരിക്കുന്നവർ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണ്? നല്ല ഇടയനായ ക്രിസ്തുവിന്റെ പിന്നാലെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത്. നമ്മൾ നന്മയും കരുണയും തേടി പോകേണ്ട ആവശ്യമില്ല. അവ എന്ത് ചെയ്യും? നമ്മെ പിന്തുടരുവാനിടയായിട്ടില്ല. ഇന്ന് രാത്രി ഈ ക്ലാസ് കേൾക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക, നമ്മൾ ഇതിന്റെ ഒന്നും പിന്നാലെ പോകണ്ട. ഒരുപക്ഷെ സാമ്പത്തിക ഞെരുക്കങ്ങൾ ഒത്തിരി കാണും. പക്ഷേ നമ്മൾ പ്രാർത്ഥിക്കുക, നമ്മൾ വിശ്വസ്തയോടെ ദൈവത്തെ സേവിക്കുക. നമ്മുടെ പിതാക്കന്മാരിലൊക്കെ അതല്ലേ കാണാൻ കഴിഞ്ഞേ? അവരൊക്കെ എന്തായാലും പണത്തിന് പിന്നാലെ പോകുകയല്ലായിരുന്നു. അവർ പണത്തിന് എന്താണ്? അവരുടെ പിന്നിലായിരുന്നു പണം, അവരുടെ മുന്നിലായിരുന്നില്ല. എന്താ ഈ കാലഘട്ടത്തിന്റെ അധപ്പതനം എന്നറിയാമോ? നമ്മുടെ മുന്നിലാണ് ഇതൊക്കെ. നമ്മൾ അവയ്ക്ക് മുന്നിൽ പണവും പിന്നിൽ നമ്മളുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? പലപ്പോഴും വേദനകൾ കടന്നു വരാറുണ്ട്. പണം മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് പലപ്പോഴും നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നമുക്ക് പാളിച്ചകൾ, അപാകതകൾ പലതും സംഭവിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷേ ദൈവത്തെ സേവിക്കാൻ ഒക്കെ തിരിക്കപ്പെടുമ്പോൾ 23-ാം സങ്കീർത്തനത്തിനകത്ത് ഭക്തനായിരിക്കുന്ന പറയുന്നത് ഇങ്ങനെയാണ്, നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. അപ്പോൾ നമ്മൾ ഇവയെ തേടി പോകാൻ വചനം നമ്മളോട് പഠിപ്പിക്കുന്നില്ല. നമ്മൾ ഇവയുടെ പുറകെ തേടി പോകുകയല്ല. നമ്മൾ ദൈവത്തെ തേടി പോകുമ്പോൾ, നമ്മൾ ദൈവത്തിന്റെ പിന്നാലെ പോകുമ്പോൾ ഇവയെല്ലാം നമ്മളെ ഇതിനെ എന്ത് ചെയ്യാൻ? ഫോളോ ചെയ്യാൻ ഇടയായിത്തീരും. നമ്മൾ അവയെ ഫോളോ ചെയ്യാൻ പോയാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? നല്ല ഇടയനായിരിക്കുന്ന ക്രിസ്തുവിനെ പിൻപറ്റാൻ കഴിയുകയില്ല. അടുത്തതായിട്ട് ഒരു ഇടയനെ നമുക്ക് പരിചയപ്പെടാം. വിശുദ്ധ വേദ പുസ്തകത്തിനകത്ത് 1-2 ഇടയന്മാരെ കൂടെ നമുക്കൊന്ന് വേഗത്തിൽ പഠിക്കാം. യാക്കോബ്, വിശുദ്ധ വേദ പുസ്തകത്തിനകത്ത് യാക്കോബ് ഒരു ഇടയനായിരുന്നു. ആര്? യാക്കോബ് ഒരു ഇടയനായിരുന്നു. ഒരു ഇടയൻ എന്ന നിലയിൽ യാക്കോബിന്റെ മാതൃക നാം പരിഗണിക്കപ്പെടുമ്പോൾ ഇടയ ശുശ്രൂഷ ഭീരുക്കൾക്കോ ദുർബലർക്കോ ഉള്ളതല്ല. ഓർക്കുക, ഒരു ഇടയൻ എന്ന നിലയിൽ യാക്കോബിന്റെ മാതൃക നാം പരിഗണിക്കുമ്പോൾ അല്ലെങ്കിൽ അത് പഠിക്കുമ്പോൾ ഇടയ ശുശ്രൂഷ ആർക്കുള്ളതല്ല? ഭീരുക്കൾക്കുള്ളതല്ല. ഇടിവെട്ടുമ്പോൾ മാളത്തിൽ കേറി ഒളിക്കുന്ന ഒരു സ്വഭാവം ഒരു ഇടയന് ചേർന്നതല്ല. ഏതൊരു പ്രതിസന്ധിയുടെ നടുവിലും ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്ന ധൈര്യശാലി ആയിരിക്കണം ഒരു ഇടയൻ എന്ന് പറയുന്നത്. നോക്കിക്കേ, അപ്പോൾ ഇത് എളുപ്പത്തിൽ ലഭിക്കപ്പെടുന്ന ഒരു അനുഭവമല്ല. ഒരു സുഖ ജീവിതം ഇവിടെ നമുക്ക് കിട്ടത്തില്ല. ഒരു അർപ്പണബോധത്തോടെ ചെയ്യേണ്ട ഒരു ശുശ്രൂഷയാണ് എന്തെന്നറിയാമോ? ഇടയ ശുശ്രൂഷ. ഇടയന്മാർ തങ്ങളുടെ ജീവൻ പോലും പണയപ്പെടുത്തേണ്ടി വരും, ഇല്ലേ? ഇടയന്മാർ തങ്ങളുടെ ജീവൻ പോലും പണയപ്പെടുത്തേണ്ടി വരും. നമുക്ക് കാണുവാൻ കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായം അതിന്റെ 38 മുതൽ 40 വരെയുള്ള വാക്യം ഞാനൊന്ന് വായിക്കാമേ.
യാക്കോബ് തന്റെ അമ്മായിയപ്പനായ ലാബാനോട് പറയുന്ന കാര്യമാണ്. കേട്ടോണേ, 20 സംവത്സരങ്ങൾ ഞാൻ നിന്റെ അടുക്കൽ പാർത്തു, നിന്റെ ചെമ്മരിയാടുകൾക്കും കോലാടുകൾക്കും ജനനാശം വന്നിട്ടില്ല. ഇടയനായിരിക്കുന്ന യാക്കോബ് ലാബാനോട് പറയുക, ഈ ആടുകളുടെ ഉത്തരവാദി ആരാ? സോറി, ഈ ആടുകളുടെ യജമാനൻ ആരാണ്? ലാബാനാണ്. ആ ലാബാനോട് പറയുന്ന ഒരു കാര്യമാണ്, 20 സംവത്സരങ്ങൾ ഞാൻ നിന്റെ അടുക്കൽ പാർത്തു, നിന്റെ ചെമ്മരിയാടുകൾക്കും കോലാടുകൾക്കും ജനനാശം വന്നിട്ടില്ല. നിന്റെ കൂട്ടത്തിലെ ആട്ടുകൊറ്റന്മാരെ ഞാൻ തിന്നു കളഞ്ഞിട്ടുമില്ല. ദുഷ്ടമൃഗം കടിച്ചു കീറിയതിനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാതെ ഞാൻ അതിന് ഉത്തരവാദിയായിരുന്നു. പകൽ കളവ് പോയതിനെയും രാത്രി കളവ് പോയതിനെയും നീ എന്നോട് ചോദിച്ചു. ഇങ്ങനെയായിരുന്നു എന്റെ വസ്തുത. പകൽ വെയിൽ കൊണ്ടും രാത്രി ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു, എന്റെ കണ്ണിന് ഉറക്കമില്ലാതെയായി. ഒന്ന് ശ്രദ്ധിച്ചേ, ഈസിയായുള്ളൊരു കാര്യമായിരുന്നോ ഈ ആടിനെ മേയ്ക്കൽ? യാക്കോബിനോട് ചോദിക്കുമ്പോൾ യാക്കോബ് പറയുന്ന കാര്യമാണ്. ലാബാനോട്, അതായത് തന്റെ അമ്മാച്ചനായിരിക്കുന്ന ലാബാനോട് പറയുകയാണ് ഈ കാര്യങ്ങള്. രാത്രി കളവ് പോയതിനെ പകൽ കളവ് പോയതിനെ ഒക്കെ നീ എന്നോട് ചോദിച്ചു. ഞാൻ ഓരോന്നിനും എന്തായിരുന്നു? ഉത്തരവാദിയായിരുന്നു. എനിക്ക് എന്റെ പക്കൽ ഏൽപ്പിച്ചതിനൊന്നും ജനനാശം വന്നിട്ടില്ല. അപ്പോൾ ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ ലാബാൻ തന്നെ ഏൽപ്പിച്ചതായ ഈ ദൗത്യത്തെ പറ്റി തനിക്ക് വളരെ എന്തുണ്ട്? ഒരു നല്ല ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓർക്കുക, ഒന്നിനും ഒരു കേടുവരാതെ യാക്കോബ് അവയെ എന്ത് ചെയ്തു? പരിപാലിച്ചു. അപ്പോൾ ഇടയന്റെ ശ്രേഷ്ഠത നോക്കിക്കോണം. ഇടയ ശുശ്രൂഷ എന്ന് പറയുന്നത് എത്ര വളരെ ലാഘവത്തോടെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. നോക്കിക്കേ, ഈ ആടുകളെ മേയ്ക്കാൻ, അതായത് ഇടയനായിരിക്കുന്ന ഈ യാക്കോബ് ഒരു തീരുവായിരുന്നില്ല. ഒത്തിരി സംഭവങ്ങൾ തന്റെ മുമ്പിലേക്ക് കടന്നു വന്ന് കാണും. ഒത്തിരി പ്രതിസന്ധികൾ തന്റെ പരിപാലനത്തിന് വിപരീതമായി തന്റെ അടുക്കിലേക്ക് കടന്നു വന്ന് കാണും. അതാണ് അദ്ദേഹം പറയുന്നത്, പകൽ വെയിൽ കൊണ്ടും കറണ്ട് പോയി, നെറ്റ് പോകത്തില്ലല്ലോ, നെറ്റ് കട്ടാവത്തില്ലല്ലോ. എന്നാ മൊബൈൽ എന്തെങ്കിലും ഒന്ന് കത്തിച്ച്. ചെറിയ എന്നെ കാണാൻ പറ്റുന്നുണ്ടോ ഒന്ന് പറയണേ. കാണാൻ പറ്റുന്നില്ല, തൽക്കാലം ക്ഷമിക്ക്, കറണ്ട് പോയി. ഞാന് ക്ലാസ് എടുത്തോളാം. ഓക്കെ, കറണ്ട് പോയതാണേ. ഓക്കെ, നോക്കിക്കേ, ഇവിടെ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്. ഈസിയായ ഒരു കാര്യമല്ല. അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, പകൽ എന്താണ്? വെയില് കൊണ്ടും രാത്രി ശീതം കൊണ്ടും ഞാൻ ക്ഷയിച്ചു, എന്റെ കണ്ണിന് ഉറക്കമില്ലാതെയായി. അപ്പോൾ നിസ്സാരമായ ഒരു ജോലിയല്ല താൻ ചെയ്തത്. മരുഭൂമി അനുഭവിച്ച കഷ്ടതകൾ ഏറെയുണ്ട് അവന്. പകലത്തെ കഠിനമായിട്ടുള്ള ചൂടുണ്ട്, രാത്രിയെ പറ്റി നോക്കുമ്പോൾ രാത്രിയിൽ സഹിക്കാനാവാത്ത തണുപ്പുണ്ട്. സാഹചര്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാലും നോക്കിക്കേ, തന്റെ പക്കലുള്ള ആടുകളെ വിടാതെ അവയോടൊപ്പം എന്ത് ചെയ്തു? ആ യാക്കോബ് എന്ന ഇടയൻ എന്ത് ചെയ്തു? കഷ്ടത അനുഭവിച്ചു. അപ്പോൾ ഇടയ ശുശ്രൂഷയിലേക്ക്, ഇടയ പരിപാലനത്തിലേക്ക് നാം ചുവട് വെക്കുമ്പോൾ, ഒരു കർത്താവിന്റെ ശുശ്രൂഷ നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെന്നൊരു ബോധ്യം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ ഓർക്കുക. ഇപ്പം നോക്കിക്കേ, ഇവിടെ കാണുവാൻ സാധിക്കുന്നു, ഇത് യാക്കോബിന്റെ സ്വന്തമാണോ? അല്ല, ഇത് ആരുടെയാണ്? ലാബാന്റെയാണ്. ഇത് യാക്കോബിന്റെ സ്വന്തമല്ല. എന്നാ നോക്കിക്കേ, മറ്റൊരുവിന് അവകാശപ്പെട്ടതാണ്. എന്നാൽ അവയെ സൂക്ഷിച്ചത്, അവയെ കരുതിയത്, അവയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചതൊക്കെ എന്താണ്? വളരെ ഒരു ഉത്തരവാദിത്വത്തോടു കൂടിയാണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? 3 വർഷം ഒരു സഭ നമ്മളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ 3 വർഷം കഴിഞ്ഞ് ഞാൻ അടുത്ത സഭയിൽ പോകും, അടുത്ത ആള് വരും. അങ്ങനെ ഒരു ചിന്താ മനോഭാവമാണ് ഈ കാലഘട്ടത്തിൽ ഇടയന്മാർക്ക് സംഭവിക്കപ്പെട്ടിട്ടുള്ളത്. എന്നാ നോക്കിക്കേ, ലാബാന്റെ ആടുകളെ മേയ്ക്കുമ്പോൾ ഇതെന്റെ സ്വന്തമല്ല എന്നറിയുന്നല്ലേ യാക്കോബ്. പോയതൊക്കെ പോട്ട്, പോകുന്നതൊക്കെ പോട്ട് എന്നുള്ളൊരു മെന്റാലിറ്റിയിലല്ല. പിന്നെന്താണ്? അതായത് അദ്ദേഹം പറയുന്നൊരു കാര്യമാണ്, ഓരോ ആടിനും അവൻ എന്തായിരുന്നു? ഉത്തരവാദി ആയിരുന്നു. ഓരോ കാര്യത്തിനും അവൻ ഉത്തരവാദി ആയിരുന്നു. അപ്പോൾ അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ആടുകൾ എപ്പോഴും തന്റെ യജമാനൻ എന്ത് ചെയ്യണം? കീഴടങ്ങിയിരിക്കണം. ഒരു ഇടയനെ സംബന്ധിച്ച് ഇടയൻ എപ്പോഴും എന്താണ്? ആടുകൾ കീഴടങ്ങിയിരിക്കണം. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ കാണാൻ കഴിയുന്ന ഇങ്ങനെയാണ്, നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പിൻ. അതിനോട് കൂടെ കൂട്ടിച്ചേർക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ ഇടയന്മാർക്ക് കീഴടങ്ങുന്നതിനെ പറ്റി പറയുന്ന നോക്കിക്കേ, അവർ കണക്ക് ബോധിപ്പിക്കേണ്ടവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി അവർ ജാഗരിച്ചിരിക്കുന്നു.
അവർ എന്ത് ചെയ്യരുത്, ഞരങ്ങിക്കൊണ്ട് അത് ചെയ്യാൻ നമ്മള് ഒരിക്കലും ഇടവരുത്തരുത്. അത് ലാസ്റ്റിൽ ഇങ്ങനെയാണ് എബ്രായ ലേഖനത്തിൽ പൗലോസ് എഴുതി വെച്ചിരിക്കുന്നത്. എങ്ങനെ ആ ഞരങ്ങിക്കൊണ്ട് ആ വേല ചെയ്യാൻ ഇടവന്നാൽ അതെന്തല്ല, നമുക്ക് നന്നല്ല. ഇത് ഞാൻ കടമെടുത്ത് പറഞ്ഞ, ഞാൻ എന്റെ ഭാഷയെ പറഞ്ഞല്ല, ഇത് ബൈബിളിൽ ഒരു വാക്യമാണ്. അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് എന്തല്ല, നന്നല്ല. അപ്പോൾ ഇടയന്മാർക്ക് കീഴടങ്ങി ഇടയന്റെ ഉത്തരവാദിത്വത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകാൻ വിശുദ്ധ വേദപുസ്തകം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ദൈവം നമ്മളെ ഇടയ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചു വേർതിരിക്കുമ്പോൾ ഇപ്പം വലിയ സഭകൾ പെട്ടെന്ന് ലഭിക്കപ്പെടത്തില്ല. പക്ഷേ കാലക്രമേണ ഒത്തിരി ആടുകളെ നമ്മൾ മേയിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളെ ഫലമേൽപ്പിച്ചിരിക്കുന്ന ആ ഉത്തരവാദിത്വം വളരെ കൃത്യതയോടെ നമുക്ക് ചെയ്യാൻ കഴിയണം. നമ്മുടെ ആടുകളെ നമുക്ക് വേണ്ടതുപോലെ പരിപാലിക്കാൻ കഴിയണം. ഓരോ ആടിനെയും ഒരു നിധി പോലെ നമുക്ക് എന്ത് ചെയ്യണം, സൂക്ഷിക്കാൻ കഴിയണം. ഒരു നിധി കൈകാര്യം ചെയ്യുന്നത് വളരെ ലാഘവത്തോടായിരിക്കുമോ? വിലപ്പെട്ട ഒരു സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നാം അത് എന്തെങ്കിലുമൊക്കെ ഒരു സാധനം അങ്ങനെ വളരെ ലാഘവത്തോടെ സന്തോഷമില്ലാതെ അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തമില്ലാതെ നമ്മൾ അത് എടുക്കാറുണ്ടോ? ഒരിക്കലും ഇല്ല. വില കൂടിയ ഒരു സാധനത്തെ വളരെ സൂക്ഷിച്ച് മാത്രമേ എന്ത് ചെയ്യാറുള്ളൂ, നമ്മൾ കൈകാര്യം ചെയ്യാറുള്ളൂ. അപ്പോൾ അതുപോലെ ഒരു അനുഭവമാണ് ഒരു ഇടയൻ എന്ന നിലയിൽ നമ്മൾ ആയിരിക്കുകയാണെങ്കിൽ നമ്മളത് ചെയ്തെടുക്കേണ്ടത്. അടുത്തത് അവിടെ ഞാൻ അത് നിർത്തുകയാണ്. അടുത്ത നോക്കിക്കേ, മോശയും ആരാണ്? വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഒരു ഇടയനായിരുന്നു. മോശയെ കുറിച്ച് യെശയ്യാവ് എഴുതി വെച്ചിരിക്കുന്ന ഭാഗം നിങ്ങൾക്ക് വായിക്കാൻ ബൈബിൾ ഉള്ളവരൊന്ന് എടുക്കണം. യെശയ്യാവ് 63 11 മുതൽ 13 വരെയുള്ള വാക്യത്തില് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം, മോശയെ കുറിച്ച് യെശയ്യാവ് എഴുതി ചേർത്തിരിക്കുകയാണ്. അപ്പോൾ അവന്റെ ജനം മോശയുടെ കാലമായ പുരാതന കാലം ഓർത്ത് പറഞ്ഞത്, അവരെ തന്റെ ആടുകളുടെ ഇടയനോടുകൂടെ സമുദ്രത്തിൽ നിന്ന് കരയേറുമാറാക്കിയവൻ എവിടെ? അവരുടെ ഉള്ളിൽ തന്റെ പരിശുദ്ധാത്മാവിനെ കൊടുത്തവൻ എവിടെ? ആരെ പറ്റി ചോദിക്കുകയാണ്? മോശയെ പറ്റി ചോദിക്കുന്ന കാര്യമാ. തന്റെ മഹത്വമുള്ള ഭുജം മോശയുടെ വലം കൈക്കൽ ചെല്ലുമാറാക്കി തനിക്കൊരു ശാശ്വത നാമം ഉണ്ടാകേണ്ടതിന് അവരുടെ മുമ്പിൽ വെള്ളം വിഭാഗിക്കുകയും അവർ ഇടറാതെ വണ്ണം മരുഭൂമിയിൽ ഒരു കുതിരയെ പോലെ അവരെ ആഴങ്ങളിൽ നിന്ന് നടത്തുകയും ചെയ്തവൻ എവിടെ? ഇതൊരു ചോദ്യചിഹ്നമായിട്ട് അവർ ചോദിക്കുകയാ. എന്നാ നോക്കിക്കേ, ഏറ്റവും മെച്ചമായ വിദ്യാഭ്യാസം നേടാൻ സാഹചര്യമുള്ള ഈജിപ്തിലാണ് ആര് വളരുന്നത്? മോശ വളരുന്നത്. കൊട്ടാരത്തിലാ, ഫറവോന്റെ കൊട്ടാരത്തിലാ. എന്നാൽ ഈ കൊട്ടാരത്തിൽ വളർന്നു വന്ന മോശയെ കുറിച്ച് ദൈവത്തിന് എന്തുണ്ട്? ഒരു വലിയ പദ്ധതിയുണ്ട്. ദൈവത്തിന് പ്രത്യേകമായ ഒരു ഉദ്ദേശമുണ്ട്. ആ ഒരു ആലോചന പ്രകാരമാണ് 40 വർഷക്കാലം എവിടെ നടത്തി? മരുഭൂമിയിൽ അയച്ച് എന്ത് ചെയ്തു? തന്റെ ഇത്രോയുടെ ആളുകൾ, തന്റെ അമ്മായിപ്പനായിരിക്കുന്ന ഇത്രോയുടെ ആടുകളെ മേയിക്കാൻ വേണ്ടി ആര് പോകുന്നു? മോശ പോകുന്നു. ഈ 40 വർഷങ്ങൾ ഒന്ന് ചിന്തിച്ച്, ഈ 40 വർഷങ്ങൾ എന്തായിരുന്നു? ദൈവത്തിന്റെ പാഠശാലയിലായിരുന്നു ആര്? മോശ ദൈവത്തിന്റെ പാഠശാലയിലായിരുന്നു. നല്ലൊരു ഇടയനായിട്ട് മാറുകയാണ്. അതായത് തന്റെ അമ്മായിപ്പനായിരിക്കുന്ന ഇത്രോയുടെ ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമിയിൽ കൂടെ പോകുമ്പോൾ തന്നെ എവിടെ നല്ലൊരു ഇടയനാക്കിയാണ് ആര് മാറ്റുന്നത്? സ്വർഗത്തിലെ ദൈവം മോശയെ മാറ്റുന്നത്. നോക്കിക്കേ, അതായത് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അപ്പം ഒന്ന് നോക്കിക്കേ, ഈ ചോദ്യം കേൾക്കുന്ന മോശ ഒരു പ്രതികാര മനോഭാവത്തോടെ അല്ല തന്റെ ജനത്തെ സമീപിച്ചത്. അവിടെ കാണാൻ കഴിയുന്നത്, ഇങ്ങനെയൊക്കെ കാണുന്ന അനുഭവത്തിൽ ഇസ്രായേൽ ജനം അവനോട് മത്സരിക്കുകയാ. മരുഭൂമിയിൽ കൂടി കടത്തിക്കൊണ്ട് വന്നിട്ടും അവനോട് മത്സരിക്കുന്ന ഒരു അനുഭവം, ആരോട്? മോശയോട് മത്സരിക്കുന്ന ഒരു അനുഭവമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാ നോക്കിക്കേ, ഇസ്രായേൽ ജനത്തെ മുഴുവനായി നശിപ്പിക്കുമെന്ന് ദൈവം മോശയോട് എന്ത് ചെയ്യുകയാണ്? ശക്തമായിട്ട് ആഹ്വാനം ചെയ്യുക. ഞാൻ ഈ ജനത്തെ നശിപ്പിക്കാൻ പോകുന്നു, ഞാൻ ഈ ജനത്തെ നശിപ്പിക്കാൻ പോകുന്നു എന്ന് തന്റെ ജനത്തെ നയിക്കാൻ വേണ്ടി ദൈവം തെരഞ്ഞെടുത്ത മോശയ്ക്ക് ദൈവം ആഹ്വാനം കൊടുക്കുമ്പം മോശ പറയുന്ന കാര്യം എന്താ? എന്റെ പേര് ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചുകളാ, എന്നെ നശിപ്പിച്ചുകളാ, എന്നാലും എന്ത് ചെയ്യരുത്? എന്റെ ജനത്തെ നശിപ്പിക്കരുത്. ഈ കാലഘട്ടത്തിൽ ഇടയന്മാർക്ക് ഇങ്ങനൊരു ചിന്താഗതി ഉണ്ടോ? തന്റെ പക്കൽ ഏൽപ്പിച്ചിരിക്കുന്ന ആടുകളോടൊരു പ്രതികാര മനോഭാവത്തോടുകൂടെ സമീപിക്കുന്ന ഒരു അനുഭവമല്ലേ ഈ കാലഘട്ടത്തിൽ കാണാൻ കഴിയുന്നേ? എന്നാ നോക്കിക്ക, ഇടയന്റെ പ്രത്യേകത. ആദ്യത്തത് നോക്കുക, യാക്കോബ് എന്ന ഇടയൻ എന്താണ്? താൻ ഓരോ ആടിനും ഉത്തരവാദിയായിരുന്നു. മോശ എന്ന ഇടയനെ പറ്റി നോക്കുമ്പം പല പ്രാവശ്യം തന്റെ ക്ഷമയെ പരീക്ഷിച്ചു. അവർ പല പ്രാവശ്യം മോശയുടെ ക്ഷമയെ പരീക്ഷിച്ചു.
തന്നെ പരിഹസിച്ചു. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ, അതിസൗമ്യനായ അതിശനായ ഒരു മാതൃകയാക്കാൻ കൊള്ളാവുന്ന മോശയ്ക്കെതിരെ അവർ പുറകുറുക്കുന്നുണ്ട്, അനുസരണക്കേട് കാണിക്കുന്നുണ്ട്. ഇതൊക്കെയാണെങ്കിലും ദൈവത്തോട് പുറപ്പാട് പുസ്തകം 32 കാണാൻ കഴിയുന്ന ജനത്തെ നശിപ്പിക്കുന്നതിന് പകരം എന്നെ നശിപ്പിച്ചു കളാ എന്ന് ദൈവം മോശ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. അടുത്തതായിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ദാവീദും എന്താണ് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ ഒരു നല്ല ഇടയനായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പന്റെ ആടുകളെ മേയ്ക്കുന്ന അവസ്ഥയിലാണ് നമുക്ക് ആരെ കാണാൻ കഴിയുന്നത്? ദാവീദിനെ കാണാൻ കഴിയും. നമ്മളിപ്പോ 23-ാം സങ്കീർത്തനം വായിച്ചപ്പോൾ ഒരു ഇടയനായിട്ടല്ല ദാവീദ് അവിടെ കാണുന്നത്, ദൈവത്തെ ഇടയനായി കണ്ടുകൊണ്ട് താനൊരു ആടായിട്ടാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത്, അല്ലെ? 23-ാം സങ്കീർത്തനത്തിൽ പിതാവായ ദൈവത്തെ ഇടയനായി കണ്ടുകൊണ്ട് ആരാണ് ദാവീദ്? എന്താണ് ദാവീദിനെ ഒരു ആടായിട്ട് തന്നെ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കിക്കേ, ഒരു പക്ഷേ ഒന്ന് ചിന്തിച്ച് നോക്കിയാല് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ കഴിയും. ഒരു ഇടയൻ എന്ന കാഴ്ചപ്പാടിൽ എഴുതാനുള്ള യോഗ്യത ആർക്കുണ്ട്? ദാവീദിനുണ്ടല്ലേ? വനാന്തരത്തിൽ താൻ പോയ അനുഭവങ്ങളും തന്റെ ആടുകൾ നഷ്ടപ്പെടാതെ സിംഹത്തിന്റെ കയ്യിൽ നിന്നും കരടിയുടെ കയ്യിൽ നിന്നൊക്കെ അതിനെ വീണ്ടെടുത്ത് കൊണ്ടുവന്ന അനുഭവമൊക്കെ ഓർക്കുമ്പം ഒരു നല്ല ഇടയൻ എന്ന നിലയിൽ ആ സങ്കീർത്തനം എഴുതാൻ ആർക്ക് കഴിയും? ദാവീദ് തന്നെ ഒരു ഇടയനാക്കിക്കൊണ്ട് എഴുതാനുള്ള പ്രാഗൽഭ്യം ആർക്കുണ്ട്? ദാവീദിനുണ്ട്. പക്ഷേ ഒരിക്കലും ദാവീദ് തന്നെ ഒരു ഇടയനായിട്ട് കണ്ടുകൊണ്ടല്ല, താൻ എന്താണ് കാണുന്നത്? പിതാവായ ദൈവത്തെ ഇടയനായി കണ്ടുകൊണ്ട് താൻ അവിടെ ഒരു ആടായി തന്നെ ചിത്രീകരിക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഗോലിയാത്തിനോട് പൊരുതാൻ പോകുമ്പം ദാവീദ് പറയുന്നൊരു കാര്യമുണ്ട്. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളത്? അടിയൻ അപ്പന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഒരു സിംഹവും വന്നു, ഒരിക്കലും ഒരു കരടിയും വന്നു. ഈ ചരിത്രങ്ങൾ അല്ലെങ്കിൽ ഈ സംഭവങ്ങളെ പറഞ്ഞുകൊണ്ട് താൻ തുടങ്ങുമ്പോൾ ഓർക്കുക, ആ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് എന്താണ്? തന്റെ ആടിന്മേലുള്ള ഉത്തരവാദിത്വം. തന്റെ ആടുകൾ മറ്റൊരാളുടെ വകയാണ് എന്ന ആ ചിന്തയിലല്ല, എന്റെ അപ്പന്റെ ആടുകളാണ് എന്റെ അടുക്കൽ എന്ന്, അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിയുടെ ആടാണ് എന്റെ അടുക്കൽ എന്നൊരു ചിന്തയല്ല തനിക്കുള്ളത്. പിന്നെയോ അത് എന്റെ എന്നുള്ള ഒരു ഉത്തരവാദിത്വ ബോധത്തിൽ ഒന്നുപോലും നഷ്ടപ്പെടരുത്, ഇതിനെ തിരിച്ചു മടക്കി കൊടുക്കണം എന്ന ചിന്തയോടുകൂടെയാണ് പ്രവർത്തിക്കപ്പെടുന്നത്. അപ്പോൾ കൗൺസിലിംഗ് കോഴ്സ് എന്ന ഈ വിഷയം നമ്മൾ പഠിച്ച് ഇന്നിവിടെ പൂർത്തീകരണം കുറിക്കുമ്പോൾ ഓർക്കുക, നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു കൗൺസിലിയും ദൈവസ്ഥാനത്ത് വിട്ട് പോകുവാനുള്ള ഒരു അനുഭവം അവർക്ക് ഒരിക്കലും വരാതെ നമ്മൾ അവർക്ക് എന്ത് ചെയ്യണം? ഉത്തരവാദി ആയിരിക്കണം. നമ്മൾ ആ മെഥേഡാണ്, കുറെ കാര്യങ്ങൾ നമ്മൾ മെഥേഡ് പഠിച്ചു, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം, എങ്ങനെ അവരോട് പെരുമാറണം, എങ്ങനെ സംസാരിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ ഇടയായിത്തീർന്നു.